الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നല്ല തൗഫീക്ക് നൽകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നും ചില പാഠങ്ങൾ എന്ന വിഷയമാണ് ഇൻഷാ അള്ളാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അമ്പിയാക്കളുടെയും അവരുടെ എതിരാളികളുടെയും അതേപോലെ തന്നെ മറ്റ് സ്വാലിഹീങ്ങളുടെ എല്ലാം ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ്. അള്ളാഹു പറയുന്നത് കാണാം, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. അതായത് താങ്കളുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അതിന് പര്യാപ്തമായ അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ നാം എന്ത് ചെയ്യുന്നു, താങ്കൾക്ക് വിവരിച്ചു നൽകുന്നു, കഥയായി പറഞ്ഞു തരുന്നു. അപ്പോൾ ഹൃദയത്തിന് സ്ഥൈര്യത ലഭിക്കാൻ വേണ്ടി, ഈമാനിന് വർധനവുണ്ടാകാൻ വേണ്ടി, യഖീൻ നേടിയെടുക്കാൻ വേണ്ടി എല്ലാമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും ചരിത്രങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അതിൻ്റെ ഫായിദകൾ നിരവധിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് 1000-ലധികം ഫായിദകൾ ഇത് വിഷയമായിട്ടുണ്ട് എന്നാണ്. അദ്ദാഉദ്ദവാഇൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അങ്ങനെയാണ് പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് 1000-ലധികം ഫായിദകൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൽ ആധുനികരായ പണ്ഡിതന്മാരിൽ അഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസുർ അസ്സാദി റഹിമഹുല്ല രചിച്ച ഒരു ഗ്രന്ഥമാണ്, റിസാലയാണ് ഫവായിദുൻ മുസ്തംബിത്വത്തുൻ മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുക്കപ്പെട്ട ചില ഫായിദകൾ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മുഖദ്ദിമ വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഫായിദകളിലേക്ക് കടക്കാം. ഇമാം അവറുകൾ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം, അമ്മാ ബഅദ്, ഫഹാദിഹി ഫവായിദുൻ മുസ്തംബിത്വത്തുൻ മിൻ ഖിസ്സത്തി യൂസുഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഇത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്ന ചില ഫായിദകളാണ്.
فإن الله تعالى قصها علينا مبسوطة. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വളരെ വിശാലമായിട്ട് അള്ളാഹു ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, വഖാല ഫി ആഖിരിഹ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. നിശ്ചയമായും ഇവരുടെ ഈ ചരിത്രത്തിൽ, ഈ ഖിസ്സയിൽ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇബറത്തുകളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ചില പാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുകയാണ്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ മാ യുഅ്തബറു ബി, ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൽകുന്നതായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അതിൽ ചില പ്രധാനപ്പെട്ട അഹ്കാമുകളുണ്ടാകും, ചില നിർദ്ദേശങ്ങളുണ്ടാകും, നന്മയിലേക്ക് നയിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. അതേപോലെ നാശത്തിലകപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നിർദ്ദേശങ്ങളുണ്ടാകും. ഇതെല്ലാമാണ് ഇബറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, പാഠങ്ങളുണ്ടാകും, നല്ല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന. അതേപോലെ ചില വിധിവിലക്കുകളുണ്ടാകും, വിധികളുണ്ടാകും. നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ടാകും, തിന്മയിൽ നിന്ന് തടയാൻ ഉതകുന്നതായ ചില ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടാകും. അതാണ് ഇബ്റത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖസസുൽ അംബിയാ കുല്ലുഹ കദാലിക്, അംബിയാക്കന്മാരുടെ ഖിസ്സകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. ലാകിന്ന ഹാദിഹിൽ ഖിസ്സ ഖസ്സഹ അല്ലാഹു ബിഖൗലിഹി, എന്നാൽ ഈ കഥ, ഈ ചരിത്രം, ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകമായി ഇപ്രകാരം പറഞ്ഞത് കാണാം. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസായിലീൻ, നിശ്ചയമായും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും ഈ ചരിത്രത്തിൽ, ഈ കാര്യത്തിൽ ചോദിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ചോദിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നന്മ ഏതാണെന്ന് അറിയാൻ താല്പര്യപ്പെടുന്ന, സന്മാർഗം ഏതാണെന്ന് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിലെന്തുണ്ട്, ധാരാളം ആയത്തുകളുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം ഈ കഥയെ സംബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ ഖുർആനിക ചരിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകം അങ്ങനെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് അതിൽ കാരണം? ഫഫീഹ ആയാത്തുൻ വൈബറുൻ മുനവ്വഅ, വൈവിധ്യങ്ങളായ ദൃഷ്ടാന്തങ്ങളും ഗുണപാഠങ്ങളും എവിടെയുണ്ട്, ഇതിലുണ്ട്. ലികുല്ലി മൻ യസ്അലു വയുരീദുൽ ഹുദാ വറഷാദ്, സന്മാർഗവും നേർവഴിയും ഉദ്ദേശിക്കുകയും അതിനെ തേടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കൊന്നുണ്ട്. ഇതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം? ലിമാ ഫീഹ മിന തനക്കുലാത്ത്, ഇതിൽ ധാരാളം തനക്കുലാത്തുകളുണ്ട് എന്നുള്ളതാണ്. തനക്കുലാത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ മാറി മറിയുന്ന ധാരാളം അവസ്ഥകൾ ഇവിടെയുണ്ട് എന്നുള്ളതിനാലാണ്. എന്നിട്ട് ഇമാം അവർ വിശദീകരിക്കുകയാണ്, ഹാലിൻ ഇലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, നീങ്ങുന്നു. വമിൻ മിഹനത്തിൻ ഇലാ മിഹന, പരീക്ഷണത്തിൽ നിന്ന് ഒരു സൗഭാഗ്യത്തിലേക്കുള്ള, ആദ്യം കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു. വമിൻ മിഹനത്തിൻ ഇലാ മിൻഹത്തിൻ വമിന്നത്തിൻ, അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളിൽ നിന്ന് പിന്നീട് പരീക്ഷണങ്ങളിലേക്കും, അതേപോലെ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്നെ സൗഭാഗ്യങ്ങളിലേക്കും, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണാം. വമിൻ ദില്ലത്തിൻ വരിഖിൻ ഇലാ ഇസ്സിൻ വമുൽക്കിൻ, അടിമത്തത്തിൽ നിന്ന് അതേപോലെ തന്നെ നിസ്സാരതയിൽ നിന്ന് അധികാരത്തിലേക്കും ആധിപത്യത്തിലേക്കും പ്രതാപത്തിലേക്കുമുള്ള മാറ്റം കാണാം. വമിൻ ഫിർഖത്തിൻ വശതാത്തിൻ ഇലാ ഇജ്തിമാഇൻ വ ഇദ്റാഖി ഗായാത്തിൻ, ഭിന്നിപ്പിൽ നിന്ന്, പരസ്പരമുണ്ടാകുന്ന അകൽച്ചയിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു, കൂട്ടായ്മയിലേക്ക്, ഐക്യത്തിലേക്കും അതേപോലെ അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്കും എത്തിച്ചേരുന്നു. വമിൻ ഹുസ്നിൻ വ തറഹിൻ ഇലാ സുറൂരിൻ വ ഫറഹിൻ, കഠിനമായ ദുഃഖങ്ങൾ, വ്യസനങ്ങൾ, അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, ശക്തമായ സന്തോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും വഴിമാറുന്നു അത്. വമിൻ റഹാഇൻ ഇലാ ജദ്ബിൻ, ഐശ്വര്യം പിന്നീട് എന്ത് ചെയ്യുന്നു, ക്ഷാമമായി മാറുന്നു, ക്ഷേമം ക്ഷാമമാകുന്നു. വമിൻ ജദ്ബിൻ ഇലാ റഹായിൻ, പിന്നീട്
ക്ഷേമം അത് ക്ഷാമമാകുന്നു, ക്ഷാമം ക്ഷേമമാകുന്നു. ഇങ്ങനെ വ്യത്യാസങ്ങൾ. ഒമിൻ ദീഖിനില സാത്തിൻ, ഇടുക്കത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഞെരുക്കത്തിലേക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തനക്കുലാത്തുകൾ, മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചരിത്രത്തിൽ അള്ളാഹു പറയുന്നിരുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിലും വിശ്വാസികൾ എന്തൊക്കെയാണ് സമീപനങ്ങൾ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള വ്യത്യസ്തങ്ങളായ ഫായിദകൾ എന്തുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഇലാ ഗൈരി ദാലിക മിമ്മാ ഇഷ്തമലത് അലൈഹി ഹാദിഹിൽ ഖിസ്സത്തുൽ അദീമ, ഇതും ഇതല്ലാത്തതുമായ ധാരാളം കാര്യങ്ങൾ ഈ ഖിസ്സ, ഈ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മുഖദ്ദിമയായി ഇമാം സഅദി റഹിമഹുല്ല പറയുന്നത്. അതിനുശേഷം ഈ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ ഉള്ള ഫായിദകളാണ് ഇതിൽ വിവരിക്കുന്നത്. നമുക്ക് അദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാം നേരിടേണ്ടി വന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഫിത്ന, അതിൻ്റെ ഫായിദകളാണ് പ്രത്യേകം ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിഷയം പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഫിത്നകളിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഇതിലെ ആയാത്തുകളുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, യൂസുഫ് അലൈഹിസ്സലാം ഇമ്രാത്തുൽ അസീസ്, അവിടുത്തെ മിസ്റിലെ ഭരണാധികാരിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ ചില വസ്തുതകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. സൂറത്ത് യൂസുഫിലെ 23 ആയാത്തുകൾ മുതലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് പ്രകാരമാണ് കാണുന്നത്. വറാവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി, ആരുടെ വീട്ടിലാണോ യൂസുഫ് അലൈഹിസ്സലാം ചെന്നെത്തിപ്പെട്ടത്, അവരുടെ ആ വീട്ടിലുള്ളതായ സ്ത്രീ എന്ത് ചെയ്തു, യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിച്ചു. വഗല്ലഖത്തിൽ അബ്വാബ, വാതിലുകൾ അടച്ചു. വഖാലത്ത് ഹൈതലക്, എന്നിട്ട് അവൾ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു വിളിച്ചു. ഖാല മഅദല്ലാഹ്, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു അള്ളാഹുവിൽ ശരണം, അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നഹു റബ്ബി അഹ്സന മഥ്വായ, എൻ്റെ റബ്ബ്, അവിടെ 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവനാണ് എൻ്റെ റബ്ബ്, അവൻ എനിക്ക് നല്ല താമസം ക്ഷേമകരമാക്കിയിട്ട് നല്ല രീതിയിലുള്ള താമസം ഒരുക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടുടമസ്ഥൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അഭയം നൽകിയിരിക്കുകയാണ് എന്നും ചില ഉലമാക്കൾ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ദുൽമ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുകയില്ല, വിജയിക്കുകയില്ല. നീതി പാലിക്കുക എന്നുള്ളത്, അതിനപ്പുറം അക്രമം കാണിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ, ഈ സ്ത്രീക്ക് യൂസുഫ് അലൈഹിസ്സലാമിനോടും യൂസുഫ് അലൈഹിസ്സലാമിന് ഈ സ്ത്രീയോടും മനസ്സിലെന്ത് ചെയ്തു, തെറ്റുകൾ രൂപപ്പെട്ടു എന്നാണ്. ലൗല അർറഅ ബുർഹാന റബ്ബി, യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ റബ്ബിൻ്റെ ബുർഹാൻ അല്ലെങ്കിൽ ആയാത്തുകൾ, ഈമാൻ ശരിയായി കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, തെറ്റിൽ അകപ്പെട്ടു പോകുമായിരുന്നു. കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ഷ ഇന്നഹു മിൻ ഇബാദിനൽ മുഖലസീൻ, അപ്രകാരം നാം എന്ത് ചെയ്യുന്നു, തെറ്റുകളിൽ നിന്ന്, മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇഖ്ലാസുള്ള നിഷ്കളങ്കരായ നമ്മുടെ അടിമകളിൽപ്പെട്ടയാളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട ഫായിദകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു അന്യ സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അന്യ സ്ത്രീയും അന്യപുരുഷനും ഒരു സ്ഥലത്ത് ഒരാളില്ലാതെ ഒരുമിക്കുക എന്നുള്ളത്, അതിൻ്റെ അപകടം വളരെയധികം നാശം കൊണ്ടുവരുന്ന കാര്യമാണ്. ഇതിൽ ഉലമാക്കൾക്ക് ഏകോപിച്ച അഭിപ്രായമുണ്ട്, ഇത് പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ളത്.
അതായത് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് ഒരുമിച്ചാവുക എന്നുള്ളത് പാടില്ല എന്നുള്ളതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകാതിരിക്കട്ടെ, ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ, അവളുടെ കൂടെ ഒരു മഹ്റം ഉണ്ടായിട്ടല്ലാതെ, വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ അവളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു പുരുഷനോട് കൂടെ ഒരുമിച്ചാകാൻ പാടില്ല. ഇമാം നവവി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, വഅമ്മാ ഇദാ ഖലൽ അജ്നബിയ്യു ബിൽ അജ്നബിയ്യ മിൻ ഗൈരി സാലിസിൻ മഅഹുമാ, ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും അവരോട് കൂടെ വേറെ മൂന്നാമതായിട്ട് ഒരാളില്ലാതെ ഒറ്റക്കാവുക എന്നുള്ളത് ഫഹുവ ഹറാമുൻ ബിത്തിഫാഖിൽ ഉലമാ, ഉലമാക്കളുടെ അടുക്കൽ ഏകോപിച്ച അഭിപ്രായമാണ്. അതെന്താണ്, നിഷിദ്ധമാണ് എന്നുള്ളതിൽ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയുമായി ഒരുമിച്ചാകാതിരിക്കട്ടെ, ഫഇന്ന ശൈത്വാന സാലിസുഹുമാ, നിശ്ചയമായും ഷൈത്വാൻ അവരിൽ എന്താകും, മൂന്നാമതായിട്ടുണ്ടാകും. ഇത് വിശ്വാസികൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിലാകാം, വാഹനത്തിലാകാം, അല്ലെങ്കിൽ വീടുകളിലാകാം, അന്യ സ്ത്രീകളുമായി ഒരുമിച്ച് കൂടുന്നതിന് പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യുന്നു, വ്യഭിചാരത്തെ വളരെ നികൃഷ്ടമായി കാണുന്നുണ്ടാകും. പക്ഷേ അതിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും ഗൗരവത്തിൽ കാണലില്ല. അതിനെയാണ് ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടത്. അതിനെ ഒരാൾ ഗൗരവത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതിലേക്ക് ചെന്നു പൊടുന്നതിനെ തൊട്ട് ഒരാൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടൊരു കാരണം അതാണ്. ഇതിൽ ഉലമാക്കൾ ഈ വിഷയത്തിൽ ആധുനിക ഉലമാക്കളോട്, അഹ്ലുസുന്നയുടെ ഉലമാക്കളോട് ചോദിക്കുന്നത് കാണാം, ഇവിടെ അന്യ സ്ത്രീയും പുരുഷനും ശാരീരികമായി ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നതാണ് നിഷിദ്ധമായ കാര്യം. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളും മറ്റുമെല്ലാം വളരെ വ്യാപകമായി ഇരിക്കുന്ന കാലത്ത് എന്ത് ചെയ്യുക, സ്ത്രീകളുമായിട്ട് ചാറ്റിംഗ് നടത്തുക, മെസ്സേജുകൾ കൈമാറുക, ഇതുപോലുള്ള കാര്യങ്ങളും എന്തിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്, വ്യഭിചാരത്തിലേക്കും ഇതുപോലുള്ള ഒറ്റപ്പെടലിലേക്കും എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതും എന്താണ്, നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. അത് തിന്മയിലേക്ക് എത്തിക്കുമെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാൻ ഒരു ഖായിദ, വൽ അസ്ലു അന്ന കുല്ലമാ കാന സബബൻ ലിൽ ഫിത്ന, ഫിത്നക്ക് കാരണമാകുന്ന ഏതൊരു കാര്യമുണ്ടോ അതിൻ്റെ അടിസ്ഥാനം ഫഇന്നഹു ലാ യജൂസ്, അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. ഫഇന്ന ദരിഅത ഇലൽ ഫസാദി യജിബു സദ്ദുഹ, നാശത്തിലേക്ക് കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നതായ വസീലകൾ, മാർഗങ്ങൾ, അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്തോളണം, അടച്ചു വയ്ക്കണം. ഇദാ ലം യുആരിദുഹ മസ്ലഹത്തുൻ റാജിഹ, ചിലപ്പോൾ എന്തെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മസ്ലഹത്ത് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ വസീലകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ള റാജിഹത്തായ പ്രബലമായ ഒരു നന്മയൊന്നുമില്ല എങ്കിൽ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഈ പണിയെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് പാടില്ല, അത് അനുവദനീയമല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൽ ധാരാളം ആളുകൾ ഒരു നിസ്സാരമായ രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ടാകും, സമീപിക്കുന്നുണ്ടാകും. അതിൻ്റെ പേരിൽ ധാരാളം ഫിത്നകൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലും പല മേഖലകളിലും എന്ത് കാണാം, ഉലമാക്കളോട് ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്, കൂടെ ജോലി ചെയ്യുന്നത് ഒരു നഴ്സാണ്. അപ്പോൾ ഇവർ പരസ്പരം ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. അവർക്ക് സഹായിയായിട്ട് എന്ത് ചെയ്യണം, പുരുഷ ഡോക്ടറാണെങ്കിൽ പുരുഷ നഴ്സിനെ തന്നെ നിയമിക്കേണ്ടതുണ്ട്, സ്ത്രീ ആണെങ്കിൽ സ്ത്രീകളെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിയമിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ധാരാളമായി കൊണ്ടുള്ള കൂടിക്കാഴ്ചകൾ ഇത് ഫിത്നയിലേക്ക് എന്ത് ചെയ്യും, ഒരാളെ എത്തിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ഇവിടെ ചില പ്രധാന ഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായേക്കാമെന്ന് പറഞ്ഞല്ലോ, ഒറ്റപ്പെടലുകൾ ഉണ്ടായേക്കാമെന്ന് പറഞ്ഞല്ലോ. സ്വഹാബികൾ ഈ വിഷയത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട സന്ദർഭത്തിലും എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ധാരാളം ഫായിദകൾ നൽകുന്ന ഒരു ഹദീസുണ്ട്. ഹദീസ് വളരെ ദീർഘമായതാണ്.
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉദ്ധരിക്കാം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ദുരാരോപണത്തിൻ്റെ ചരിത്രം പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര ചെയ്തു. യാത്രയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിടത്ത് തമ്പടിച്ച സമയത്ത് എന്ത് ചെയ്തു, ആവശ്യപൂർത്തീകരണത്തിന് ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുറന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഒട്ടകക്കട്ടിൽ ചുമക്കുന്നയാൾ ചുമന്നിട്ട് എന്ത് ചെയ്തു, ഒട്ടകത്തിൻ്റെ മുകളിൽ വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായിട്ടും ഭാരക്കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഉള്ളിലുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് കരുതിയത്. യാത്രാ സംഘം പോയി. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വരുമ്പോൾ എന്തില്ല, യാത്രാ സംഘമില്ല, എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ. സാധാരണ രീതിയിൽ യാത്രയുടെ പിന്നാലെ ഒരാൾ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ മറ്റൊക്കെ അത് വീണ്ടെടുക്കാനും മറ്റുമാണ്. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടത് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ആ സമയത്ത് ആ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇങ്ങനെ കാണാം. ഫറഅ സവാദ ഇൻസാനിൻ നായിമിൻ. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ രൂപം കിടന്നുറങ്ങുന്നതായിട്ട് അദ്ദേഹം കണ്ടു മരച്ചുവട്ടിൽ. ഫഅതാനി, അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു. ഫഅറഫനി, എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു. ഹീന റആനി, എന്നെ കണ്ട മാത്രയിൽ, എന്നെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുഖം മറയ്ക്കൽ പാലിക്കുന്നവരാണ് സ്വഹാബി വനിതകൾ. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മുഖത്തെ ഹിജാബ് ജിൽബാബ് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞത്? വകാന റആനി ഖബല ഹിജാബി. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായി, എന്നെ കണ്ടിട്ടുണ്ടായി. അതുകൊണ്ടാണ് എന്നെ എന്ത് ചെയ്തത്, തിരിച്ചറിഞ്ഞത്. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സഫ്വാൻ, അതുകൊണ്ടാണ് എന്നെ തിരിച്ചറിഞ്ഞത്. ഈ ഭാഗം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണെന്ത്, ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് സ്ത്രീകളെ കാണാൻ എന്തില്ല, അന്യ സ്ത്രീകളെ കാണാനുള്ള സാഹചര്യങ്ങളില്ല. അവർ വീടുകളിലാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയുള്ളൂ. പുറത്തിറങ്ങിയാൽ അവരെന്ത് ചെയ്യും, മുഖം മറച്ചിട്ട് ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഹിജാബിൻ്റെ ആയത്തിന് ശേഷം ഒരു സ്ത്രീയെ കാണാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഫസ്തയ്ഖൽതു ബിസ്തിർജാഇഹി, ഞാൻ ഉണർന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഉണർന്നു. എങ്ങനെയാണ് ഉണർന്നത്? ബിസ്തിർജാഇഹി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, ഇസ്തിർജാ നടത്തി. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഹീന അറഫനി, എന്നെ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി, ഉടനെ തന്നെ എൻ്റെ ജിൽബാബ് കൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ മുഖം ഞാൻ മറച്ചു കളഞ്ഞു. കാരണം ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ്. അന്യപുരുഷന്മാർ വന്നാൽ എന്ത് ചെയ്തോളണം, മുഖം മറയ്ക്കണം. സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ മാത്രയിൽ ഞാൻ എഴുന്നേറ്റു. ഉടനെ കാണുന്നത് സഫ്വാനെയാണ്. ഞാൻ എന്ത് ചെയ്തു, ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി, എൻ്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുഖം മറച്ചു കളഞ്ഞു. ജിൽബാബുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി വലിയൊരു വിവാദം കോഴിക്കോട് ജില്ലയിൽ അരങ്ങേറുകയുണ്ടായി. ഒരു വിദ്യാലയത്തിൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതാൻ വന്നപ്പോൾ മുഖം മറച്ചെത്തിയ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിദ്യാലയത്തിലാണ്. അതിന് എന്ത് ചെയ്തില്ല, അനുവദിച്ചില്ല. അവരെ ആക്ഷേപിക്കുകയും ഈ രീതിയിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിർദ്ദേശിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ എന്ത് ചെയ്തു, പല കോണുകളിൽ നടന്നു. പല ഇസ്ലാമിക സംഘടനകളിൽ ഏറ്റവും മുതിർന്ന പല ആളുകൾ വരെയും അത് ഇസ്ലാമികമല്ല എന്ന രീതിയിൽ എന്ത് ചെയ്തു, ചർച്ചകൾ നടത്തി. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആളുകൾ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയാണ്. ഹിജാബുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ നല്ല ബിദ്അത്തിൻ്റെ ആളുകളുടെ ഇടയ്ക്കിൽ പോലും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുള്ളൂ. ഒന്ന്, ഇത് നിർബന്ധമാണ് എന്നുള്ളതാണ്. വേറെ ഒന്ന്,
അത് മുസ്തഹബാണ്, സുന്നത്താണ് എന്നുള്ളതാണ് വേറെ അഭിപ്രായം. ഇതിനപ്പുറത്ത് വേറെ അഭിപ്രായമില്ല. ആധുനികരായ ഉലമാക്കളും ഇത് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. പൂർവികരായ ഉലമാക്കളും നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഇത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ പക്ഷത്തുള്ള ആളുകൾ വരെ ഉണ്ടാവില്ല. അഹ്ലുസുന്നക്ക് പുറത്ത് ബിദ്അഇകളായ ആളുകൾ വരെയും ഇത് ഇസ്ലാമികമല്ല എന്ന് ചെയ്തിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അത്രയ്ക്കും സുപരിചിതമായ ഇസ്ലാമിക ലോകത്ത് വ്യക്തമായിരിക്കുന്ന ഒരു ഹുക്കുമാണ് ഹിജാബുമായി ബന്ധപ്പെട്ട ഹുക്കുമ്. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, മുസ്ലിം സ്ത്രീകൾ ധാരാളം നൂറ്റാണ്ടുകളോളം ജീവിച്ചത് അങ്ങനെയാണ്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് ഈജിപ്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ ഹിജാബില്ലാതെ രംഗത്തിറങ്ങിയത് എന്ന് ചരിത്രത്തിൽ എന്ത് ചെയ്യണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം മാറി. ഒരാൾ ധരിക്കുന്നോ ധരിക്കുന്നില്ല എന്നുള്ള വേറെ വിഷയമാണ്. ഒരാൾ സുന്നത്താണെന്ന് മനസ്സിലാക്കിയ ആൾ ധരിക്കുന്നില്ല എങ്കിൽ എന്തല്ല, അതിൻ്റെ പേരിൽ കുറ്റം പറയാൻ പറ്റൂല. പക്ഷേ അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാമിലൊരു നിയമത്തെ അവൻ നിഷേധിച്ചവനായി മാറി. കുഫർ വരെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, സംഭവിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ ചില ഉലമാക്കൾ. സുന്നത്താണെന്ന് പറഞ്ഞ ഉലമാക്കളുടെ അടുക്കലും ഒരു സ്ത്രീ ഭയപ്പെടുന്നുണ്ട്, ഫിത്നയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് ഹിജാബ് ധരിക്കൽ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇതിൽ ആർക്കും ഇതില്ല അഭിപ്രായ വ്യത്യാസമില്ല. ഫിത്നയെ ഒരാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായി മാറി, അവിടെ പിന്നെ സുന്നത്തില്ല, അവിടെ പിന്നെ എല്ലാവർക്കും എന്താണ്, നിർബന്ധമാണ് എന്നുള്ളതാണ് സുന്നത്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഉലമാക്കളുടെ അഭിപ്രായം. ഇനി എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷൻ എൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കും എന്നൊരാൾ ഭയപ്പെടുക, അതാണ് ഫിത്ന. ഒരു സ്ത്രീ ഭയപ്പെടുകയാണ്, ഞാൻ എൻ്റെ മുഖം തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്ത് ചെയ്യും, ഒരാൾ ആസ്വദിക്കും, അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും, ഫിത്നയിൽ അവൻ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുന്നതിനാണ് എന്തെന്ന് പറയുക, ഫിത്ന എന്ന് പറയുക. അങ്ങനെയാണ് സ്വാഭാവികമായും ഈ കാലത്ത് അതിൻ്റെ ഹുക്കുമെന്തായി മാറി, സുന്നത്താണെന്ന് പറയുന്നവരെ അടുക്കലും നിർബന്ധമായ അവസ്ഥയാണ്. കാരണം സ്ട്രീറ്റുകളിലേക്ക്, റോഡുകളിലേക്ക് ഇറങ്ങിയാൽ മദ്യപന്മാരും അതേപോലെ തന്നെ തെമ്മാടികളുമായ ധാരാളം ആളുകൾ ഇതിനു വേണ്ടി തന്നെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വളരെ വ്യാപകമായ ഒരു കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണത്. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടെ എന്ത് ചെയ്തു, മുഖം മറച്ചു എന്നാണ് ഉടനെ. അതിനുശേഷം പറയുകയാണ്, വ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കല്ലമനി കലിമത്തൻ, സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. മരുഭൂമിയിലാണ്, ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്നാണ് കാണുന്നത്. എന്തു പറ്റിയെന്ന് പോലും ചോദിച്ചില്ല, എന്താണ് സംഭവിച്ചത് എന്ന് വരെയും എന്ത് ചെയ്തില്ല, സഫ്വാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല. മാ കല്ലമനി കലിമത്തൻ, ഒരൊറ്റ വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമത്തൻ ഗൈറ ഇസ്തിർജാഇ, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു വാക്കും കേട്ടിട്ടില്ല. ഗൈറ ഇസ്തിർജാഇ, അദ്ദേഹത്തിൻ്റെ ഇസ്തിർജാ ഒഴികെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അദ്ദേഹം. ഇതല്ലാതെ ഒരു വാക്കും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം പറയുന്നതായിട്ടും കേട്ടിട്ടില്ല. എത്ര സൂക്ഷ്മതയാണ് സ്വഹാബികൾ ഈ വിഷയത്തിൽ പാലിച്ചത് നോക്ക്. ഹത്ത അനാഖ റാഹിലത, അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്തു, ഒട്ടകത്തെ കുനിച്ചു കൊടുത്തു. ഫവത്തു അല യദൈഹ ഫറകിബ്തുഹ, അങ്ങനെ ആ ഒട്ടകത്തിൻ്റെ കയ്യിൽ ചവിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മേലെ കയറി. ഫൻതലക യഖൂദു ബി അറാഹില, അങ്ങനെ എന്ത് ചെയ്തു, ഒട്ടകം നീങ്ങി. സഫ്വാൻ റളിയല്ലാഹു അൻഹു നിലത്ത് നിന്നിട്ട് എന്ത് ചെയ്തു, ഒട്ടകത്തെ നയിച്ച് മദീനയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്, സ്വഹാബികൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചെന്ന പാഠം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ചില സലഫുകളുടെ ഉദ്ധരണികളിൽ കാണാം, ഒരു സ്ത്രീയുമായി സംസാരിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അനുമതി ചോദിക്കുമായിരുന്നതാണ് ഭർത്താവിനോട്. ഇങ്ങനൊരു ആവശ്യമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെന്നാണ് സലഫുകൾ. അപ്പോൾ അന്യ സ്ത്രീകളുമായിട്ട് ഒറ്റപ്പെടുക എന്നുള്ളതിന് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചാൽ അവിടെ വലിയ എന്തുണ്ട്, മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അനാവശ്യമായ സംസാരങ്ങളോ ഇടപെടലുകളോ പാടില്ലാത്തതുമാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന മര്യാദകൾ നമുക്കിന്ന് എന്താണ്, എവിടെയും കാണാൻ പറ്റാത്ത അവസ്ഥയായി പോയി.
ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ വന്നപ്പോൾ എല്ലാ ആളുകൾക്കും 1ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ മുതലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. അതിൽ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യാണ്, ലംഘിക്കപ്പെടുകയാണ്. അതിനുശേഷം പിന്നീട് പല ഫിത്നകളിലേക്കും, പല കുടുംബങ്ങൾ തകരുന്നതിലേക്ക്, മക്കൾ അനാഥരാകുന്നതിലേക്ക്, നാട് വിട്ടു പോകുന്നതിലേക്ക്, വലിയ അപകടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് മനുഷ്യനെ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഫിത്നയാണ്. ഇഷ്ക് എന്ന് പറയുന്ന, പ്രേമം എന്ന് പറയുന്ന രോഗം. അത് മുഖേന എന്ത് ചെയ്യും, മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലാതെയായി കളയും. അങ്ങനെയാണ് ചിലപ്പോൾ മാതാപിതാക്കളെ കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, എന്നിട്ട് കാമുകിയുടെ കൂടെ പോകുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ യദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. അന്യ സ്ത്രീ പുരുഷന്മാരെന്ത് ചെയ്യുക, ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത്, വ്യഭിചാരത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതായ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫായിദയും കൂടിയിട്ടാണ്. രണ്ടാമത്തേത്, ഇതുപോലുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്ക് ഇതുപോലുള്ള ഒരു ഫിത്നയിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം അത്രയും വലിയ ഫിത്നയാണിത്, ഈ പറയുന്ന ഫിത്ന. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാം വഖാലത്ത് ഹൈത ലക്, വാതിലടച്ചുകൊണ്ട് ഈ സ്ത്രീ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഖാല മഅദല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അഭയം തേടുന്നു എന്ന് നേരെ അള്ളാഹുവിലേക്ക് രക്ഷ ചോദിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അവൻ്റെ സഹായം തേടുന്നു. ഇതിലൂടെ അല്ലാതെ ഒരാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടതുണ്ട്, നിരന്തരം ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാൾ വീട് വിട്ടിറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങിയാൽ ഉടനെ ദുആ ചെയ്യുമായിരുന്നു. ആകാശത്തേക്ക് നോക്കി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അല്ലാഹുവേ, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്, എന്നെ വഴിതെറ്റിക്കപ്പെടുന്നതിനെ തൊട്ട്, അബദ്ധത്തിൽ എന്തെങ്കിലും പിഴവുകൾ എന്നിൽ വന്നുപെടുന്നതിനെ തൊട്ട്, ഞാൻ മുഖേന വേറൊരാൾക്ക് അങ്ങനെ അബദ്ധം സംഭവിക്കുന്നതിനെ തൊട്ട്, അതേപോലെ തന്നെ ഞാൻ ഒരാളെ ആക്രമിക്കുന്നതിനെ തൊട്ട്, എന്നെ വേറൊരാൾ ആക്രമിക്കുന്നതിനെ തൊട്ട്, ഞാൻ ഏതെങ്കിലും അവിവേകം ചെയ്യുന്നതിനെ തൊട്ട്, എന്നോട് അവിവേകങ്ങൾ ചെയ്യപ്പെടുന്നതിനെ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് വീട് വിട്ടിറങ്ങിയ ഉടനെ എന്ത് ചെയ്യും, മുസ്ലിം പ്രാർത്ഥിക്കുമായിരുന്നു, ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് സുരക്ഷയാണ്. മാത്രമല്ല ഇതുപോലുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം നൽകും എന്നുള്ളതാണ്. ദുആ ആണ് ഒരാൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് ഒരാളെ കാത്തുരക്ഷിക്കുന്നത്. ഒരപകടം വന്ന് പിണഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്തിനാണ്, ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, അദ്ദുആഉ യൻഫഉ മിമ്മാ നസൽ. ഒരു അപകടം വന്നിറങ്ങിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രയോജനകരമായത് എന്താണ്, ദുആയാണ്. വമിമ്മാ ലം യൻസിൽ, ഇറങ്ങാത്ത ദുരന്തങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനും ഏറ്റവും പ്രയോജനകരം എന്താണ്, ദുആ തന്നെയാണ്. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ. അതുകൊണ്ട് അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകളെ, ദുആ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കാനുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുആ കൊണ്ട് എന്ത് ചെയ്തേക്കാം, അതില്ലാതെയായി മാറിയേക്കാം. അതല്ലെങ്കിൽ അവൻ്റെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന അപകടം ഇവൻ ചെയ്ത ദുആഇൻ്റെ കാരണത്താൽ അതിൻ്റെ ശക്തി എന്ത് ചെയ്തേക്കാം, കുറഞ്ഞേക്കാം. ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ സംഭവിച്ചാലും അത് മുഖേന അവൻ എന്ത് ചെയ്യില്ല, അതിൻ്റെ കഠിനമായ പ്രയാസങ്ങൾ നേരിടാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ദുആഇന് വലിയ പ്രതിഫലനങ്ങളുണ്ട്, അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ ആധാരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണുമെന്നാണ്. മാത്രമല്ല അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും പല ആളുകൾക്കും ദുആ ചെയ്യാൻ മടിയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. ഒരു വിശ്വാസിയുടെ ഉപമ സലഫുകൾ ഉദ്ധരിക്കുന്നത് കാണാം. ഒരാൾ ഒരു സമുദ്രത്തിൻ്റെ ഒത്ത നടുവിൽ പെട്ടുപോയി, അവൻ്റെ വാഹനം കപ്പലോ മറ്റോ നശിച്ചു പെട്ടുപോയി. അങ്ങനെ ഒരു മരക്കഷണത്തിൻ്റെ മേലെ മാത്രമാണ് അവൻ നിൽക്കുന്നത്.
അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണോ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അപ്പോൾ അവൻ്റെ മനസ്സെങ്ങനെയായിരിക്കും? ഇതേപോലെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ്. സമുദ്രത്തിൻ്റെ ഒത്ത നടുവിൽ ഒരാൾ ഒരു മരക്കഷണത്തിൻ്റെ മേലെയാണെങ്കിൽ അവൻ്റെ മനസ്സെങ്ങനെയാണ്? അവൻ എത്ര അള്ളാഹുവിലേക്ക്, അവൻ്റെ സഹായത്തിലേക്ക് മനസ്സ് ഉദിക്കുന്നുണ്ടോ, എത്രത്തോളം അവൻ അള്ളാഹുവിനെ ആശ്രയിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ, ഇതേ രീതിയിലായിരിക്കണത്. ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലി ശൈനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. ഹയ്യും ഖയ്യൂമുമായവനെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മുഴുവനും നീ എന്ത് ചെയ്യ്, നന്നാക്കി താട്ടെ. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ. കണ്ണിമ വെട്ടി തുറക്കുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം നിർവഹിക്കാനുള്ള കഴിവെനിക്കില്ല. എൻ്റെ കാര്യം ഞാൻ നിർവഹിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നാശത്തിലാകും, അപകടത്തിൽപ്പെട്ടു. അതുകൊണ്ട് ആ സമയത്തേക്ക് പോലും എൻ്റെ കാര്യത്തിൽ നീ എന്നെ ഏൽപ്പിക്കരുതേ, നീ തന്നെ നിർവഹിച്ച് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത് കൊടുത്തുവിട്ട പ്രവാചകനാണ്, നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, എൻ്റെ കാര്യങ്ങൾ നീ എന്ത് ചെയ്യണമേ, നോക്കണമേ എന്ന്. അപ്പോൾ ഒരു വിശ്വാസി അങ്ങനെയായിരിക്കണം. അള്ളാഹുവിനെ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കും, നന്മകളിലേക്ക് അടുപ്പിക്കാനും തിന്മയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനും സാധിക്കുന്നവനാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതായ സന്ദർഭങ്ങളുണ്ട്. അത് വിശ്വാസികൾ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ബാങ്ക് വിളിക്കുന്ന സമയം ബാങ്കിന് മറുപടി പറയുക, ഉടനെ തന്നെ പ്രാർത്ഥിക്കുക. ബാങ്കിന് ഉത്തരം നൽകിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് പറയുന്ന പ്രാർത്ഥന പറയുന്നു. തൊട്ടുടനെ ഏത് കാര്യങ്ങളും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചോ നൽകപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, നമസ്കാരത്തിൻ്റെ ഒടുവിലുള്ള സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയം, സുജൂദുകളിലുള്ള സമയം, രാത്രിയുടെ അവസാനത്തെ സമയങ്ങൾ, ഈ സമയങ്ങളെല്ലാം എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പാഠം ഇതിൽ നൽകുന്നത്, ഇതുപോലുള്ള ഫിത്തനകളിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അവൻ്റെ ഈമാനും അതേപോലെ തന്നെ യഖീനുമെല്ലാമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ആയത്തുകളിൽ കാണാം, ഖാല മഅദല്ലാഹ് എന്ന് ഒന്നാമതായിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. മാത്രമല്ല അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നത് കാണാം, വകദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അദ്ദേഹം നിഷ്കളങ്കരായ നമ്മുടെ അടിമകളിൽപ്പെട്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ ഫഹ്ശാ, സൂഅ്, ഈ പാപത്തിൽ നിന്ന്, മ്ലേച്ഛ കൃത്യത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ തടുത്തു നിർത്തി. കാരണം എന്താണ്? അദ്ദേഹം ഇഖ്ലാസുള്ളയാളായിരുന്നു, അദ്ദേഹം നല്ല ഈമാനുള്ളയാളായിരുന്നു, നല്ല യഖീനുള്ളയാളായിരുന്നു. അപ്പോൾ ഈമാനും യഖീനുമെല്ലാം മുറുകെ പിടിക്കുക, അതിന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യും, തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യനെ തടുക്കാൻ ഏറ്റവും പര്യാപ്തമാണ് എന്നുള്ളത് ഈ ആയത്ത് നൽകുന്ന പാഠമാണ്. അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം. ഈ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. ഫസ്ലുൻ ദവാഉൽ ഇഷ്ക്, ഇഷ്കിനുള്ള മരുന്ന് എന്നാണ് അതിൻ്റെ പേര്, പ്രേമത്തിനുള്ള മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അവറുകൾ പറയുകയാണ്, വദവാഉ ഹാദദ്ദാഇൽ ഖത്താലി, ഈ രോഗത്തിനുള്ളതായ മരുന്ന്, നാശത്തിലെത്തിക്കുന്ന ഈ രോഗത്തിനുള്ള മരുന്ന്, അൻ യഅരിഫ അന്ന മബ്തുലിയ ബിഹി മിൻ ഹാദദ്ദാഇൽ മുദാദ്ദി ലിത്തൗഹീദി, അവൻ അറിയലാണ്. എന്താണ് അറിയേണ്ടത്? ഈ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നതായ ആള്, ഈ രോഗമെന്നാൽ തൗഹീദിന് നേരെ വിപരീതമായതാണത്. ഒരു കാര്യം പാപമായി തീരുക അത് തൗഹീദിന് വിരുദ്ധമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൗഹീദിന് ഏറ്റവും അധികം വിഘാതമായി തീരുന്നത് ഏറ്റവും വലിയ പാപമായിരിക്കും. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമായി തീരുന്നത്. അതിനുശേഷം പിന്നീട് കൊലപാതകമാണ്, ഇങ്ങനെ പിന്നീട് വരുന്നത് വ്യഭിചാരമാണെന്നുള്ളതാണ്.
തൗഹീദ് ഒരാളുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ത്? വ്യഭിചാരം പോലുള്ളത്. അതുകൊണ്ട് ഇമാം അവറുകൾ പറയാണ്, തൗഹീദിന് എതിരായിരിക്കുന്ന ഈ രോഗത്തിനുള്ള ചികിത്സ എന്നത് അവൻ മനസ്സിലാക്കലാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അവന് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ പരീക്ഷണം ഇന്നമാ ഹുവ മിൻ ജഹ്ലിഹി, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ്റെ അജ്ഞതയാണെന്നുള്ളതാണ്, അവൻ്റെ അവിവേകമാണ്. വഗഫ്ലത്തി ഖൽബിഹി അനില്ലാഹി തആല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ അജ്ഞതയും അശ്രദ്ധയുമാണ് ഈ പരീക്ഷണം അവനിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ അള്ളാഹുവിനെ യഥാവിധം പഠിക്കാത്തതാണ് ഒരു പ്രശ്നം. അതേപോലെ മനസ്സ് അശ്രദ്ധമായി പോയിരിക്കുന്നതാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ട് ഫഅലൈഹി അൻ യഅരിഫ തൗഹീദ റബ്ബി, ഒന്നാമതായി റബ്ബിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് പഠിക്കൽ അവൻ്റെ മേലെന്താണ്? നിർബന്ധമാണ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്താൽ, അതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചാൽ, അതാണ് ഏറ്റവും വലിയ മരുന്ന്. ഈ രോഗം ഒരാൾ പിടിപെടുന്നതിനെ തൊട്ട് അവനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്താണ്? തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. വസുന്നത്തഹു അവ്വല, അതേപോലെ അള്ളാഹുവിൻ്റെ സുന്നത്തിനെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവൻ്റെ നടപടിക്രമങ്ങളെ മനസ്സിലാക്കുക, തൗഹീദ് ശരിയാവിധം അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. സുമ്മ യഅതി മിനൽ ഇബാദാത്തി ളാഹിറത്തി വൽ ബാത്തിന, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രത്യക്ഷവും പരോക്ഷവുമായ ഇബാദാത്തുകളിൽ അവൻ ഏർപ്പെടുക. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകൾ ഉണ്ടാവും, നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ. അതുപോലെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകൾ ഉണ്ടാകും. അള്ളാഹുവിനോടുള്ള ഭയം പോലെ, സ്നേഹം പോലെ, തവക്കുല് പോലെ, പ്രതീക്ഷ പോലെ, ഇങ്ങനെയുള്ള ഇബാദാത്തുകൾ, ഇങ്ങനെയുള്ള ഇബാദാത്തുകളിൽ ഏർപ്പെടുക. ബിമാ യശ്ഗലു ഖൽബഹു അൻ ദവാമിൽ ഫിക്റതി ഫീ, അങ്ങനെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ ജോലിയാകണം. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും വേറൊരു ശക്തിയോടുള്ള സ്നേഹവും ഒരിക്കലും എന്ത് ചെയ്യൂല? ഒരുമിക്കൂല. ഒന്നുകിൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു സ്നേഹിക്കുന്നവകളെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു സ്നേഹിക്കുന്ന അമലുകളെ, പ്രവർത്തികളെ, അള്ളാഹു സ്നേഹിക്കുന്ന വ്യക്തികളെ, അള്ളാഹു സ്നേഹിക്കുന്ന കാര്യങ്ങളെ ഇതിനെ സ്നേഹിക്കുന്നു. അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനോട് കൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്തതായ ഒരു കാര്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവ്യമല്ല. അതൊരാളുടെ ഹൃദയത്തിൽ പറ്റൂല എന്നാണ്, സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ യഥാവിധം അള്ളാഹുവിനോടുള്ള സ്നേഹം വന്നോ, എന്നാൽ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ കയറൂല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിനെ മനസ്സിലാക്കുക, അവൻ്റെ നടപടിക്രമങ്ങളെ മനസ്സിലാക്കുക, എന്നിട്ട് വാഹിറും ബാത്തിനുമായ ഇബാദാത്തുകൾ കൊണ്ടുവരിക. അപ്പോൾ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഫിക്റുകൾ നിറയും. വയുക്സിറുൽ ലജ്അ വത്തദർറുഅ ഇലല്ലാഹി സുബ്ഹാനഹു ഫീ സർഫി ദാലിക അൻഹു, എന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് അഭയം ചോദിക്കുക, അവൻ്റെ മുന്നിൽ താണ് കീഴ്വണക്കം കാണിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ദുആകളിലൂടെ മറ്റുമെല്ലാം. ഇതെന്ത് ചെയ്യും? ഇതുപോലുള്ള തിന്മകളിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? തെറ്റിച്ച് കളയുന്നതാണ്. വഅൻ യുറാജിഅ ബിഖൽബിഹി ഇലൈഹി വലൈസ ലഹു ദവാഉൻ അൻഫഉ മിനൽ ഇഖ്ലാസി ലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇഖ്ലാസ് മുറുകെ പിടിക്കുന്നതല്ലാത്ത വേറൊരു പ്രയോജനപ്രദമായ മരുന്ന് ഇതിനില്ല. ഇതാണ് ഏറ്റവും നല്ല മരുന്ന്. വഹുവ ദവാഉ അല്ലദീ ദക്കറഹു അല്ലാഹു ഫീ കിതാബിഹി, ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഇതിനുള്ള മരുന്ന്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്താണ് പറയുന്നത്, യൂസുഫ് അലൈഹി വസ്സലാമിൻ്റെ വലഖദ് ഹമ്മത് ബിഹി. ആ സ്ത്രീക്ക് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി വസ്സലാമിനോട് തെറ്റായ ചിന്ത തോന്നി. വഹമ്മ ബിഹ, യൂസുഫ് അലൈഹി വസ്സലാമിന് അപ്പുറത്തേക്കും വന്നു ആ തോന്നൽ. ലൗല അർ ബുർഹാന റബ്ബി, അള്ളാഹുവിൻ്റെ ബുർഹാൻ, റബ്ബിൻ്റെ ബുർഹാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തെറ്റിലകപ്പെട്ടു പോകുമായിരുന്നു. ഈമാൻ ശരിയായ വിധം ഹൃദയത്തിലേക്ക് കയറിയില്ലായിരുന്നുവെങ്കിൽ. കദാലിക, എന്നിട്ട് പറയാണ് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷ, ഇത് റബ്ബിൻ്റെ ബുർഹാൻ കണ്ടത്, ഈമാൻ ശരിയായ മനസ്സിലേക്ക് കയറിയത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? സൂകളെ, ഫഹ്ഷാകളെ, മ്ലേച്ഛകൃത്യങ്ങളെ, പാപങ്ങളെ തൊട്ട് നാം അവനെ തിരിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലസീൻ, അദ്ദേഹം ഇഖ്ലാസോടെ, നിഷ്കളങ്കമായി, ആത്മാർത്ഥമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അടിമകളിൽപ്പെട്ടയാളാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈമാൻ മുറുകെ പിടിക്കുക എന്നുള്ളത്, ഇഖ്ലാസ് കൊണ്ടുവരിക എന്നുള്ളത്, തൗഹീദിനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഏത് അമ്പിയാക്കളെ ദഅവത്ത് ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ടോ
ആ അമ്പിയാക്കന്മാരുടെ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഏറ്റവും ഗുരുതരമായ പാപങ്ങളേതുമാകട്ടെ, ആ സമൂഹത്തോടെല്ലാം ഒന്നാമതായി ആ നബി വന്നിട്ട് പറയണത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറൊരു ഇലാഹുമില്ല. ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്. ഇതാണ് അവരോട് പറഞ്ഞത്. കാരണം എന്താണ്? ഇതാണ് ഒരാളെ ശരിയായ വഴിയിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇതാണെന്നാണ് തൗഹീദ് യഥാവിധം മനസ്സിലാക്കുക എന്നുള്ളതാണ്. തൗഹീദ് ഒരാളുടെ ശരിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ശരിയായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈമാനും യഖീനും ഇഖ്ലാസുമെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുക, അതിന് സഹായകരമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇതുപോലുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദ ഇമാം അവറുകൾ പറയുന്നത് കാണാം. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ഈ തിന്മയിൽ അകപ്പെടാൻ അതിനുള്ള പ്രേരകങ്ങൾ നിരവധിയായിരുന്നു. ഈ സമയത്ത് തിന്മയിൽ അകപ്പെട്ടു പോകാനുള്ള അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നു യൂസുഫ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് അതിൽ രക്ഷപ്പെട്ടു. അതിനെ വിശദീകരിക്കുന്നുണ്ട് ഉലമാക്കൾ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. വകാനദ് ദാഇ ഹാഹുനാ ഫീ ഗായത്തിൽ ഖുവ്വ. ഇവിടെ ഈ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഘടകങ്ങൾ അങ്ങേയറ്റത്തെ ശക്തമായതായിരുന്നു. വദാലിക മിൻ വുജൂഹിൻ, വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുന്നിലുണ്ട് ഈ തിന്മ ചെയ്യാൻ, വിചാരത്തിലേക്ക് പെട്ടുപോകാൻ. എന്തെല്ലാമാണത്? ഒന്നാമതായി ഇമാം അവറുകൾ പറയുകയാണ്, മാ റക്കബഹുല്ലാഹു സുബ്ഹാനഹു ഫീ ത്വബ്ഇർ റജുലി മിൻ മൈലിഹി ഇലൽ മർഅ. അതിൽ ഒന്നാമത്തെ കാര്യം, സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരുടെ ഹൃദയത്തിൽ, സ്ത്രീകൾക്ക് പുരുഷന്മാരോടും ഉണ്ടാകാം, ത്വബഈയായിട്ട് പ്രകൃത്യാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചായ്വ് സ്ത്രീകളിലോട് ഇട്ടിട്ടുണ്ട്. അതിനെ പുരുഷന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെടുത്തിയിട്ടുണ്ട്. മിൻ മൈലിഹി ഇലൽ മർഅ, സ്ത്രീകളോടുള്ളതായ ചായ്വ്. ഇത് സ്വാഭാവികമാണ്. ഏതുപോലെ കമാ യമീലുൽ അതുഷാനു ഇലൽ മാ, നല്ല ദാഹിക്കുന്ന ഒരാൾ വെള്ളം കണ്ടെന്ത് ചെയ്യും? അതിലേക്ക് ചായും, അതിലേക്ക് അവൻ ഇഷ്ടമുള്ളവനാകും. എന്നതുപോലെ സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒരു ചായ്വ് ഉണ്ടാവുക എന്നുള്ളത് പുരുഷന്മാരുടെ പ്രകൃതമാണ്. അതുകൊണ്ട് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം പുരുഷനാണ്, അപ്പുറത്ത് സ്ത്രീയാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നത് അതേപോലെ വൽ ജാഇഉ ഇല ത്വആം, നല്ല വിശക്കുന്ന ആൾക്ക് ഭക്ഷണത്തോടൊന്നുണ്ടാവും, ഒരു ചായ്വ് ഉണ്ടാകും. ഹത്താ ഇന്ന കസീറൻ മിനൻ നാസി യസ്ബിറു അനി ത്വആമി വശറാബി വലാ യസ്ബിറു അനി നിസാ. എത്രത്തോളം എന്നാൽ ധാരാളം ആളുകൾക്ക് ചിലപ്പോൾ വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ സാധിക്കും. വെള്ളം കുടിക്കാതെ ക്ഷമിക്കാൻ സാധിക്കും. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ ധാരാളം ആളുകൾക്ക് അതിന് സാധിക്കണമെന്നില്ല. അത്രത്തോളം ആ ഘടകം എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമാണ് എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എത്രത്തോളം എന്നാൽ ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിച്ച് നിൽക്കാൻ പറ്റും. വെള്ളം കുടിക്കാതെയും ക്ഷമിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ സ്ത്രീകളോടുള്ളതായ അവൻ്റെ മനസ്സിലെ ഈ പറയുന്ന മൈല്, ഈ ചായ്വ്, അതിനെ ക്ഷമിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യില്ല? സാധിക്കണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? അവൻ്റെ കൈവിട്ടു പോയേക്കാം. എന്നാൽ അത് ശരിയായ വഴിയിലാണ് എങ്കിൽ എന്തല്ല? ആക്ഷേപാർഹവുമല്ല. ശരിയായ രീതിയിലാണ് ഒരാൾ ആ രീതിയിൽ പെരുമാറുന്നത് എങ്കിൽ എന്തല്ല? അവൻ വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നു. അത് സ്തുത്യർഹമായ കാര്യം തന്നെയാണ്. അതിലേക്ക് സൂചന നൽകുന്ന ചില ഹദീസുകളും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഘടകം തന്നെയാണ്, അത് ഇവിടെ എന്തുണ്ട്? ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകം അന്ന യൂസുഫ് അലൈഹിസ്സലാം ഖാന ഷാബ്ബ. ഈ സംഭവം നടക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ഒരു യുവാ, വഷഹുവത്തു ഷബാബി വഹിദ്ദത്തുഹു അക്വാ. ഒരു യുവാവിൻ്റെ ഈ രീതിയിലുള്ള വികാരം എന്ന് പറയുന്നത് കഠിനമായിരിക്കും, അങ്ങേയറ്റമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഘടകം ഇവിടെ എന്തുണ്ട്? യൂസുഫ് അലൈഹി സ്വലാമിനുണ്ട്. അദ്ദേഹത്തെ ഈ ഫിത്നയിൽ അകപ്പെടുന്ന സമയത്ത് അദ്ദേഹം നല്ല ഊർജ്ജസ്വലനായ യുവാവാണ് എന്നുള്ളതാണ്. മൂന്നാമതായി അന്നഹു ഖാന അസബ, അദ്ദേഹം വിവാഹിതനല്ല എന്നുള്ളതാണ്. അതും ഇതേപോലുള്ളതായ കാര്യങ്ങളിലേക്ക് ഒരാളെ നയിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വിവാഹപ്രായം എത്തിയിരിക്കുന്നതായ പുരുഷന്മാർ വിവാഹം കഴിക്കണം,
സ്ത്രീകളാണെങ്കിൽ അവർ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഇസ്ലാമിൻ്റെ രീതി. അത് എത്രയും വേഗതയിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. വിവാഹപ്രായം എത്തിയവരാണോ അവരെന്ത് ചെയ്യുക, വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്, സ്വാഭാവികമായിട്ടും ഫിത്നകളിൽ പെട്ടുപോയേക്കാം. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ആകട്ടെ ഭാര്യയില്ല, അല്ല എങ്കിൽ വേറെ അടിമ സ്ത്രീകളില്ല. എന്താണ്, ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം തന്നെ എന്താണ്, ഒരു അടിമയാണ്. അപ്പോൾ വിവാഹിതനല്ല എന്നുള്ളതായ ഒരു ഘടകവും അവിടെയുണ്ട്. നാലാമതായി അന്നഹു കാന ഫീ ബിലാദി ഗുർബത്തിൻ, യൂസുഫ് അലൈഹിസ്സലാം എപ്പോഴുള്ളത് ഒരു അപരിചിതമായ നാട്ടിലാണ്, സ്വന്തം നാട്ടിലല്ല. സ്വന്തം നാട്ടിലാണ് എങ്കിൽ സ്വന്തം നാട്ടിൽ വെച്ച് ചിലപ്പോൾ ഒരാൾ എന്ത് ചെയ്യൂല, ഒരു തിന്മ ചെയ്യൂല. ആ തിന്മ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ആരും അവൻ്റെ നാട്ടുകാർ കാണാത്ത സമയത്ത്, വീട്ടുകാരോ കുടുംബക്കാരോ ഇല്ലാത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കും, അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇവിടെ ആകട്ടെ യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം നാട്ടിലല്ല. യതഅത്താ ലിൽ ഗരീബി ഫീഹാ മിൻ ഖദാഇൽ വതരി മാ ലാ യതഅത്താ ലഹു ഫീ വതനി വബൈന അഹ്ലിഹി വമആരിഫി. ഒരാൾക്ക് ഗുർബത്തിൽ, അപരിചിതമായ സാഹചര്യത്തിൽ അവൻ്റെ വീട്ടുകാർ കുടുംബക്കാർ ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണെന്ത്, ഗുർബത്തിൽ അപരിചിതമായ ലോകത്ത് തിന്മകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനം വന്നിട്ടുണ്ട്, ഇന്നല്ല കുറേ അധികം വന്നിട്ടുണ്ട്. വന്നപ്പോൾ പല ആളുകളും അതിന് വലിയ രീതിയിൽ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ 5-10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണം, വളർന്നു വരുന്ന തലമുറയാണ് കാണുന്നത്. കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആളുകൾ, വിദ്യാർത്ഥികൾ അവരുടെ നാട് വിട്ട്, വീട് വിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുകയാണ്. ഹോസ്റ്റലുകളിലും ഹോം സ്റ്റേകളിലുമായിട്ട് സ്റ്റേ ചെയ്യുന്നു. അവിടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവർക്ക് പറയുന്ന യാതൊരുവിധ നിയമങ്ങളുമില്ല. മാതാപിതാക്കളെ പേടിയില്ല, നാട്ടുകാരറിയുമെന്ന് പേടിയില്ല. മദ്യപിക്കുന്നവരെ, പലപ്പോഴും മുസ്ലിം പോക്കറ്റുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ വരെയും ധാരാളമായി കൊണ്ട് മദ്യപാനത്തിലും മയക്കുമരുന്നിലും രാത്രിയിൽ 12 മണിക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഈ രീതിയിലുള്ള അവസ്ഥകൾ അതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, ഗുർബത്താണ്. അവരുടെ നാട്ടിലാരുമില്ല കാണാൻ, മാതാപിതാക്കളില്ല, നാട്ടുകാരൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, തിന്മയിലേക്കുള്ള അവരുടെ സാഹചര്യം എന്ത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്, ഒരാളെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കുറഞ്ഞതൊരു 3 ആളുകൾ സംഘമായിട്ട് യാത്ര ചെയ്യട്ടെ. അത് തിന്മകളിൽ നിന്ന് അവനെ തടുക്കാൻ എന്താണ്, വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നു, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഗുർബത്ത് എന്നുള്ളതായ ഒരു ഘടകവും എന്തുണ്ട്, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ ഫിത്നയുടെ സമയത്തുണ്ട്. അഞ്ചാമത്തേത് അന്നൽ മർഅത കാനത് ദാത മൻസുബിൻ വജ്മാലിൻ, ഈ പറയുന്ന തിന്മയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതായ സ്ത്രീ വലിയ സ്ഥാനമുള്ള സ്ത്രീയാണ്, അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യയാണ്. അതേപോലെ തന്നെ നല്ല സുന്ദരിയുമായ സ്ത്രീയാണ്. ബിഹൈസു ഇന്ന കുല്ല വാഹിദിൻ മിൻ ഹാദൈനിൽ അംറൈനി യദ്ഉ ഇലാ മുവാഖഅതിഹാ, ഈ പറയുന്ന 2 കാര്യങ്ങളും, ഒരു സ്ഥാനമുള്ള സ്ത്രീയാണ്, അതേപോലെ തന്നെ സുന്ദരിയാണ്. ഇത് രണ്ടും എന്ത് ചെയ്യും, ഈ തിന്മയിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കാവുന്ന ഘടകങ്ങളാണ്. ഇതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം അന്നഹ ഗൈറു മുംതനിഅത്തിൻ വല ആബിയ, ഈ പറയുന്ന സ്ത്രീ ഈ തിന്മ ചെയ്യുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, നിരസിക്കുന്നില്ല, അതിന് വിലങ്ങായി നിൽക്കുന്നില്ല. മാത്രമല്ല ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഫഇന്ന കസീറൻ മിനൻ നാസി യുസീലു റഗ്ബതഹു ഫിൽ മർഅതി ഇബാഉഹാ വംതിനാഉഹാ, ധാരാളം ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ പെടാതെ മാറി നിൽക്കാനുള്ള കാരണം എന്താണ്, സ്ത്രീകൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കും, തടഞ്ഞേക്കും, അതിന് കൂട്ടാക്കുകയില്ല എന്നുള്ള വിഘാതമാണ്. പക്ഷെ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ലേ, സ്ത്രീ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, ക്ഷണിച്ചിരിക്കുകയാണ്. ലിമാ യജിദു ഫീ നഫ്സിഹി മിൻ ദുല്ലിൽ ഖുദൂഇ വസ്സുആലി ലഹാ, ധാരാളം ആളുകൾ ഇതിൽ പോകാതെ മാറി നിൽക്കാനുള്ള കാരണം ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നാണക്കെട്ടേക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കും, അവർ തടസ്സം നിന്നേക്കാം, അത് മുഖേന അഭിമാനത്തിന് പ്രശ്നം ഉണ്ടായേക്കും എന്നുള്ള കാരണമാണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള കൃത്യത്തിൽ വിലക്കുന്നത്. പക്ഷേ ആ പറയുന്ന ഘടകം ഇവിടെ ഇല്ല. ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സ്ത്രീ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, 7ാമത്തെ കാര്യം അന്നഹ ത്വലബത് വ അറാദത് വ ബദലത് അൽ ജുഹദ, ഇവിടെ ഈ സ്ത്രീയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്ഷണിക്കുക മാത്രമല്ല, വ ബദലത്തിൽ ജുഹദ, അതിനു വേണ്ടുന്ന
പരിശ്രമങ്ങൾ നടത്തിയിരിക്കുന്നതും ആരാണ്? സ്ത്രീയാണ്. ഫകഫത്ഹുൽ മുഅ്നതു ത്വലബ മുഅ്നത ത്വലബി വദുല്ല റഗ്ബതി ഇലൈഹ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകം ചിലവ് കൊടുക്കേണ്ടതില്ല, പണം ചിലവഴിക്കേണ്ടതില്ല യൂസുഫ് അലൈഹി ഇസ്ലാമിന്. അതല്ലെങ്കിൽ അങ്ങോട്ട് അപേക്ഷിച്ചിട്ട് അഭിമാനം പോകാനില്ല, ഇതൊന്നുമില്ല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആര് തന്നെയാണ്? ഈ സ്ത്രീ തന്നെയാണ്. അപ്പോഴും ഒരു ഘടകമാണ് ഈ തിന്മയിലകപ്പെടാനുള്ളതായ. എട്ടാമത്തേത് അന്നഹു ഫീ ദാരിഹ, ഇത് അവളുടെ വീട്ടിലാണ്. സ്വാഭാവികമായിട്ടും ഈ വീട്ടിലാകുമ്പോഴും ഉണ്ടാകുന്നതായ ചില സുരക്ഷിതത്വങ്ങളുണ്ട്. വതഹ്ത സുൽത്താനിഹ വഖഹരിഹ, അവരുടെ ആധിപത്യമുള്ള സ്ഥലമാണിത്. ബിഹൈസു യഖ്ഷാ ഇൻ ലം യുതാവിഅഹാ മിൻ അദാഹാ ലഹു. മാത്രമല്ല ഇദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാം വിളിക്കുന്നിടത്തേക്ക് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ പ്രയാസപ്പെടുത്തിയേക്കാമെന്നും കൂടിയുണ്ട്. അധികാരമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അപകടം ഉണ്ടാവും എന്നുള്ളതായ ഒരു കാര്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ ആഗ്രഹവും ഉണ്ട് അവിടെ, പേടിയുമുണ്ട്. ആഗ്രഹം എന്താണ്? ഈ പറയുന്ന അതിലേക്ക് ആകർഷണീയമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിന് പെട്ടുപോയിട്ടില്ല എങ്കിൽ, ഇത് ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായേക്കാം എന്നുള്ള പേടിയുമുണ്ട്. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സമ്മേളിക്കുന്നുണ്ട്. ഒമ്പതാമത്തെ കാര്യം അന്നഹു ലാ യഖ്ഷാ അൻ തനിമ്മ അലൈഹി ഹിയ വലാ അഹദും മിൻ ജിഹതിഹാ ഫഇന്നഹാ ഹിയ ത്വാലിബത്തുർ റാഗിബ. വേറൊരാളെയും ഭയപ്പെടാനില്ല. ഇത് മുഖേന ഇത് സംഭവിച്ചാൽ അത് മുഖേന വേറൊരാൾ ചോദിക്കാനില്ല. കാരണം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ആര് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കാനോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ഇല്ല. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സ്ത്രീ എന്നെ കൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വഖദ് ഖല്ലഖത്തിൽ അബ്വാബ വഗയ്യബത്തിർ റുഖബ, വാതിലെല്ലാം അടച്ചിരിക്കുന്നു. അവിടെയുള്ള നിരീക്ഷകരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ആ ഒരു സുരക്ഷിതത്വവും ഉണ്ട് എന്നുള്ള ഘടകവും അവിടെയുണ്ട്. പത്താമതായിട്ട് ഇമാം അവറുകൾ പറയുന്നു ഇന്നഹു കാന ഫിൽ ളാഹിരി മംലൂകൻ ലഹാ ഫിദ്ദാർ. യൂസുഫ് അലൈഹിസ്സലാം അവരുടെ ആ വീട്ടിൽ അവരുടെ അടിമയാണ്. ബിഹൈസു യദ്ഖുലു വയഖ്റുജു വയഹ്ദുറു മഅഹാ വലാ യുൻകറു അലൈഹി. ഏതവസ്ഥയിൽ അവരുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തിറങ്ങുന്നതും അവരുടെ കൂടെ ഉണ്ടാകുന്നതുമെല്ലാം അവിടെ ആക്ഷേപിക്കപ്പെടുകയില്ല. കാരണം അവിടുത്തെ അടിമയാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. അതുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ട് എന്ത് ചെയ്യില്ല, അതിന് ഫിത്നയാക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ കൂടെ തന്നെയാണ്. മാത്രമല്ല അത് ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവുമാണ്. ഇമാം അവറുകൾ പറയാണ് വകാനൽ ഉൻസു സാബിഖൻ അല ത്വലബി വഹുവ മിൻ അഖ്വദ് ദവാഇ. ഒരാളുമായിട്ടുള്ള നിരന്തരമുള്ള ബന്ധം, ഈ ബന്ധം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു കൃത്യത്തിലേക്ക് നയിക്കാൻ ഏറ്റവും ശക്തമായ ഒരു ഘടകമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി നിരന്തരം ഇടപഴകുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും, പലപ്പോഴും അപകടത്തിൽ കൊണ്ടെത്തിക്കാൻ സാഹചര്യമായ കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോയി തിരികെ വരുന്നത് പോലെയല്ല. നിരന്തരം ഒരു പുരുഷനുമായിട്ട് എന്ത് ചെയ്യണ്ടേ, സംവദിക്കേണ്ട അല്ലെങ്കിൽ കണ്ടുമുട്ടേണ്ട ആവശ്യം വരുന്ന രീതിയിലുള്ള ഒരു ഇടപാടുണ്ട് എങ്കിൽ അവിടെ തിന്മയിലേക്കുള്ളതായ നയിക്കുന്ന ഘടകം വളരെ ശക്തമാണ്. കമാ ഖീല ലിംറഅത്തിൻ ശരീഫത്തിൻ മിൻ അഷ്റാഫിൽ അറബി. ഒരു അറബികളിൽപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിക്കപ്പെട്ടു മാ ഹമലകി അലസ്സിന, നിന്നെ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഖുർബുൽ വിസാദി വതൂലു സവാദി. ഒന്ന്, ഞങ്ങളുടെ താമസം അടുത്തടുത്താണ്. ഖുർബുൽ വിസാദ് എന്ന് പറഞ്ഞാൽ തലയിണയുടെ അടുപ്പം. അതായത് ഞാൻ താമസിക്കുന്നിടത്ത് തന്നെയാണ് ആര് താമസിക്കുന്നത്, അദ്ദേഹവും താമസിക്കുന്നത്. അതേപോലെ തന്നെ ദീർഘമായിട്ടുള്ള ഞങ്ങളുടെ സഹവാസം. ഇത് രണ്ടുമാണ് എന്ത് ചെയ്തത്, ഈ വ്യഭിചാരത്തിലേക്ക് നയിച്ചതെന്നുള്ള. അപ്പോൾ അത് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണത്. ആ വീട്ടിൽ തന്നെയാണ് ആര് താമസിക്കുന്നത്, യൂസുഫ് അലൈഹിസ്സലാം താമസിക്കുന്നത്. അവരുടെ അടിമയാണ്. അപ്പോൾ നിരന്തരം കണ്ടുമുട്ടുന്നുണ്ട്. ഇത് തിന്മയിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 11-ാമത്തേത് അന്നഹ ഇസ്തആനത അലൈഹി ബി അഇമ്മത്തിൽ മക്രി വൽ ഇഹ്തിയാൽ. ഈ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം പിടിക്കപ്പെട്ടു, അതിനുശേഷം എന്ത് ചെയ്തു, ഇവരാണ് ഈ ഫിത്നയുടെ തുടക്കക്കാരെന്ന് അറിഞ്ഞു. അങ്ങനെ നാട്ടിലെ സ്ത്രീകൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞത് അഇമ്മത്തിൽ മക്ർ, മക്കറിൻ്റെ കുതന്ത്രത്തിൻ്റെ നേതാക്കന്മാരോട്, ഇഹ്തിയാലിൻ്റെ ഹീലത്ത് കാണിക്കുന്നതിൻ്റെ നേതാക്കന്മാരോട് സഹായം ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീ. അതായത് അവിടെയുള്ള കുറേ സ്ത്രീകൾ എന്ത് ചെയ്തു, ഇവരെക്കുറിച്ച് ഫിത്ന പറഞ്ഞു. ആ ഫിത്ന പറഞ്ഞപ്പോൾ അവർ വിളിച്ചുകൂട്ടി ഈ ഭരണാധികാരിയുടെ ഭാര്യ. എന്നിട്ട് അവിടെ സോഫയിലിരുത്തി, എന്നിട്ട് കയ്യിൽ ആപ്പിളും കത്തിയും വെച്ച് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, യൂസുഫ് അലൈഹിസ്സലാമിനോട് അതിലൂടെ നടത്തി. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവർ തന്നെ എന്ത് ചെയ്തു, മതിമറന്നുപോയി.
അപ്പോൾ ഇവരിൽ ആകൃഷ്ടനായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു ആക്ഷേപാർഹമല്ല. അതുകൊണ്ട് ഇവൾക്ക് വഴിപ്പെട്ട് കൊടുക്കുക എന്ന് എന്ത് ചെയ്യുന്നതാണ് ഈ സ്ത്രീകൾ പറഞ്ഞു എന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ ചില ചരിത്ര ഗ്രന്ഥങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ സഹായം വരെ എന്ത് ചെയ്തു, തേടുകയുണ്ടായി. ഫഅറതുഹു ഇയ്യാഹുന്ന, അങ്ങനെ എന്ത് ചെയ്തു, ആ സ്ത്രീകൾക്ക് ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. വഷക്കത്ത് ഹാലഹ ഇലൈഹിന്ന, എന്നിട്ട് അവരുടെ അവസ്ഥ ഇവർക്ക് വിവരിച്ചു കൊടുത്തു. ഇത്തസ്തഈന ബിഹിന്ന അലൈഹി വസ്തആനഹു ബില്ലാഹി അലൈഹിന്ന, അങ്ങനെ എന്ത് ചെയ്തു, ഈ സ്ത്രീ മറ്റുള്ള സ്ത്രീകളുടെ സഹായം ചോദിച്ചു ഇവരെ വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. യൂസുഫ് അലൈഹിസ്സലാം ആകട്ടെ അള്ളാഹുവിനോടും സഹായം ചോദിച്ചു. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ എന്ന യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. അള്ളാഹുവേ, ഇവരുടെ ഈ കൈദിൽ നിന്ന്, കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിടുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കും, അവരിലേക്ക് ചാഞ്ഞു പോയേക്കും, ഞാനിതിൽ പെട്ടുപോയേക്കാം. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ അവിവേകികളിൽ പെട്ടുപോയേക്കാം എന്ന് യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്തു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹുവിന് സഹായം ലഭിച്ചു. അടുത്ത 12ാമത്തെ ഘടകം അന്നഹ തവഅദതുഹു ബിസ്സിജ്നി വസ്സഗാർ. ഇനിയും ഇതിനെ കൂട്ടാക്കിയില്ല എങ്കിൽ ഈ സ്ത്രീകളുടെ മുന്നിൽ വെച്ചാ പറയുന്നത്, ഞാൻ നിന്നെ എന്ത് ചെയ്യും, ജയിലിൽ അടയ്ക്കും, നിന്നെ നിന്ദനാക്കി തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വഹാദ നൗഉ ഇക്റാഹിൻ, ഇത് നിർബന്ധിക്കുന്ന അവസ്ഥയാണ്. ആദ്യം വശീകരിക്കലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുകയാണ്. ഇത് ഹുവ തഹ്ദീദു മൻ യഗ്ലിബു അല الظن وقوع ما حدد به فيجتمع داعي الشهوة وداعي السلامة من ضيق السجن والصغر. അപ്പോൾ ഷഹവത്തിലേക്ക് ഈ പറയുന്ന ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടുള്ളതായ വശീകരണവും നടന്നു. അതേപോലെ തന്നെ ജയിലറ കാണിച്ചുകൊണ്ട് മനസ്സിനെ ഇടുക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു ഭീഷണിയും വന്നു. 13ാമത്തെ കാര്യം അന്ന الزوج لم يظهر منه الغيرة والنخوة ما يفرق به بينهما. ഇവിടെ ഈ സ്ത്രീയുടെ ഭർത്താവ് അവർക്കൊരു ഗൈറത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഗൈറത്തുണ്ടാവുക. തിന്മ കാണുമ്പോൾ അതിനോട് രോഷമുണ്ടാവുക എന്നുള്ളത്. തിന്മയോട് ഇല്ലാതെയാകുന്നത് എവിടെയാണോ അവൻ ഫിത്നയാകപ്പെട്ടു എന്നാണ്. അവനിലേക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തിന്മകൾ വരും. പലപ്പോഴും പല ആളുകൾ പറയും, പല തിന്മകളും സമൂഹത്തിൽ നടമാടുമ്പോൾ നിങ്ങളെന്തിനാ അത് മൈൻഡ് ചെയ്യുന്നത്, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, നിങ്ങളെന്തിനാണത് നോക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കലുണ്ട്. ഒരു തിന്മ കണ്ടാൽ സാധിക്കുന്ന തിന്മയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, തടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളിലാണ് കണ്ടത്, നമ്മളെന്ത് ചെയ്യണം, തടുക്കണം. ഭാര്യമാരിലാണ് കണ്ടത്, അതായത് തടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശം ഉള്ള മേഖലയാണെങ്കിൽ എന്ത് ചെയ്തോളണം, കൈകൊണ്ട് തടുത്തോളണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നാവ് കൊണ്ട് തടുക്കണം. നാവ് കൊണ്ട് പറയേണ്ട സ്ഥലത്താണെങ്കിൽ നാവ് കൊണ്ട് പറയണം. അത് പറയേണ്ട ചില മര്യാദകളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അതിനും പറ്റുകയില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഹൃദയം കൊണ്ട് അതിന് വെറുക്കണം. അതൊന്നുമില്ല. സ്വാഭാവികമായിട്ട് തിന്മകൾ അത് ആളുകൾ നടന്നോട്ടെ, നമുക്കെന്താണ് എന്ന് ചോദിക്കുക. അത് ഗൈറത്തില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, അതിനോട് വിദ്വേഷമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മിലേക്ക് ആ തിന്മ വന്ന് ഭവിക്കാൻ കാരണമായി തീരും. നമ്മിൽ ഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും എന്ത് ചെയ്യും, ആ തിന്മ വന്ന് പെടുന്നതാണ്. ഇവിടെ ഈ ഭാര്യ ഈ രീതിയിൽ തിന്മയിൽ അകപ്പെട്ട കാര്യം ആർക്ക് മനസ്സിലായിട്ടുണ്ട്, ഭർത്താവിന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, വസ്തബഖൽ ബാബ. അവർ രണ്ടുപേരും വാതിലിലിട്ട് എന്ത് ചെയ്തു, മത്സരിച്ചോടി. റൂമിൽ വാതിലടച്ച് വിളിച്ച സമയത്ത് വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, പിറകിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഖമീസിനെ വലിച്ചു കീറി. വഅൽഫയ സയ്യിദഹ ലദൽ ബാബ്, വാതിൽക്ക് ചെന്നപ്പോൾ ആരെ കണ്ടു, സയ്യിദിനെ കണ്ടു, ഭർത്താവിനെ കണ്ടു. ഖാലത്ത്, അവൾ പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്തന ഔ അദാബുൻ അലീം. താങ്കളുടെ ഭാര്യയോട് മോശം പെരുമാറ്റം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന് ജയിലറയല്ലാതെ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയല്ലാതെ വേറെന്താണ് ശിക്ഷ എന്നെന്ത് ചെയ്തു ചോദിച്ചു. അപ്പോൾ അവരുടെ കൈത് ഉപയോഗിച്ചു. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എന്നെ ഇദ്ദേഹം വശീകരിക്കാൻ വന്നതാണ് എന്ന് ഈ ഭാര്യ എന്ത് ചെയ്തു പറയുകയുണ്ടായി. ഖാല, അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി, അവരാണ് എന്നെ എന്ത് ചെയ്തത്, വശീകരിക്കാൻ ശ്രമിച്ചത്. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, അവരുടെ അഹ്ലുകെട്ടിൽപ്പെട്ട ഒരാൾ ഒരു വിധി തീർപ്പിന് വേണ്ടി വന്നു, കുടുംബത്തിൽപ്പെട്ട ഒരാൾ. എന്നിട്ട് പറഞ്ഞു, ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, അദ്ദേഹത്തിൻ്റെ ഖമീസ് മുൻഭാഗത്ത് നിന്നാണ് കീറപ്പെട്ടത് എങ്കിൽ ഫസദഖത് വഹു മിനൽ കാദിബീൻ, ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറയുന്നത് എന്താണ്, കളവാണ്. വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, അതല്ല പിന്നിൽ നിന്നാണ് കീറപ്പെട്ടത് എങ്കിൽ ഫകദബത് വഹു മിനസ് സ്വാദിഖീൻ, സ്ത്രീ പറയുന്നത് കളവാണ്, ഇദ്ദേഹമാണെന്ത്,
സത്യം പറയുന്നത്. ഫലമ്മാ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, പിന്നിൽ നിന്നാണ് ഖമീസ് കീറപ്പെട്ടത് എന്ന് കണ്ടപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുൻ, ഇത് നിങ്ങളുടെ കുതന്ത്രത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇദ്ദേഹം പറയാണ് ഭാര്യയോട്. നിങ്ങളുടെ കുതന്ത്രത്തിൽപ്പെട്ട കാര്യമാണ്. ഇന്ന കൈദകുൻ അദീം, നിങ്ങളുടെ ഫിത്ന, നിങ്ങളുടെ കുതന്ത്രം വളരെ ഗുരുതരമായത് തന്നെയാണ്. യൂസുഫ് അല്ല യൂസുഫെ അഅ്രിദ് അൻ ഹാദാ, നീ വിട്ടുകളഞ്ഞേക്ക്. വസ്തഗ്ഫിരി ലിദംബിക്, നീ നിന്റെ പാപത്തിന് എന്ത് ചെയ്തോ, ഇസ്തിഗ്ഫാർ ചെയ്തോ. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ തെറ്റുകാരിൽപ്പെട്ടവനാണ് എന്നാണ് ഈ ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ഭർത്താവ് എന്ത് ചെയ്തിട്ടില്ല, ഈ സ്ത്രീ തിന്മ ചെയ്യാൻ കാരണക്കാരിയായി അതിനേക്ക് ക്ഷണിച്ചു അറിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഗൗരവമായ നടപടിക്രമം സ്വീകരിച്ചില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഗൈറത്ത് എന്തില്ല, ഈ പുരുഷനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഒരു തിന്മയിലേക്ക് പോകാൻ എന്താണ് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് ഇമാം അവർകൾ പറയാണ്, അന്ന സൗജ ലം യദ്ഹർ മിൻഹുൽ ഗൈറ, ഈ പുരുഷനിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് ഒരു ഗൈറത്ത് പ്രകടമായിട്ടില്ല. മാ യുഫരിഖു ബിഹി ബൈനഹുമ, ഇവർ രണ്ടുപേരെയും വേർപെടുത്താൻ പര്യാപ്തമാകുന്ന രീതിയിൽ. വയുബഇദു കുല്ലം മിൻഹുമ അൻ സ്വഹബിഹി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഉണ്ടാകാൻ പാകത്തിന്. ബൽ കാന ഗായത മാ ഖാബലഹ ബിഹി അൻ ഖാല യൂസുഫ്, പക്ഷെ പറഞ്ഞത്ര മാത്രമാണ്, അഅ്രിദ് അൻ ഹാദാ വലിൽ, എന്ത് ചെയ്യോ യൂസുഫ്, നീ വിട്ടുകളഞ്ഞേക്ക്. സ്ത്രീയോട് പറഞ്ഞു, വസ്തഗ്ഫിരി ലിദംബിക്, നീ പാപമോചനം തേട് എന്ന് മാത്രമേ പറഞ്ഞുകൊള്ളൂ. എന്നിട്ട് ഇമാം അവർ പറയാണ്, വശിദ്ദത്തുൽ ഗൈറതി ലിർറജുലി മിൻ അഖ്വൽ മവാനിയ, പുരുഷന് ശക്തമായ ഗൈറത്തുണ്ട് എങ്കിൽ, തിന്മയോട് രോഷമുണ്ട് എങ്കിൽ, ഭാര്യമാരും മക്കളുമെല്ലാം തിന്മയിൽ അകപ്പെട്ടു പോകും എന്നതിനെ സംബന്ധിച്ചുള്ള പേടി അല്ലെങ്കിൽ അതിനോട് ദേഷ്യമുണ്ട് എങ്കിൽ, അത് അവരെ തിന്മയിൽ നിന്ന് അകറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഘടകം എന്തില്ല, ഇവിടെ ഇല്ല. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും എന്ത് ചെയ്തത്, സ്ത്രീകളെ വച്ചുകൊണ്ട് ഫിത്നയിൽ അകപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഘടകം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇല്ലാതെയായിട്ടുണ്ട്. എന്നിട്ട് ഇമാം അവർ പറയാണ്, ഇപ്പോൾ 13 കാരണം പറഞ്ഞിട്ട് പറയാണ്, ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവനോടുള്ള പേടിയുമാണ് ആര് തിരഞ്ഞെടുത്തത്, യൂസുഫ് അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് പ്രത്യേകമായൊരു ഫض്ല് തന്നെയാണ്. അള്ളാഹുവിലേക്ക് അഭയം ചോദിക്കുന്നു, അവനോട് ദുആ ചെയ്യുന്നു, അവനിൽ അഭയം തേടുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് തന്നെയാണത്. ഇഖ്ലാസ് വെച്ച് പുലർത്തുന്നവനായി മാറി. അള്ളാഹു എന്ത് ചെയ്തു, വഹമലഹു ഹുബ്ബുഹു ലില്ലാഹി അലാ അൻ ഇഖ്താറ സിജ്ന അല സിന, അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഹുബ്ബ് സിജ്ന് തിരഞ്ഞെടുക്കാൻ, ജയിൽ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു, പര്യാപ്തമാക്കി. എന്നിട്ട് പറഞ്ഞു, ഖാല റബ്ബി സിജ്നു അഹബ്ബ ഇലൈ, റബ്ബേ സിജ്നാണ്, ജയിലറയാണ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മിമ്മ യദഊനനി ഇലൈ, അവരെന്നെ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് തന്നെയാണ് ജയിലറയാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുകയുണ്ടായി. വഅലിമ അന്നഹു ലാ യുതീഖു സർഫ ദാലിക അൻ നഫ്സി, അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ നഫ്സിൽ നിന്ന് ഈ തിന്മയിൽ നിന്ന് അതിനെ തെറ്റിച്ച് കളയാൻ എന്ത് ചെയ്യൂല, തനിക്ക് സാധിക്കുകയില്ല എന്നാർക്ക് മനസ്സിലായി, യൂസുഫ് അലൈഹി സ്വലാം മനസ്സിലായി. കാരണം നമുക്ക് മനുഷ്യന് നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. അവിടെ ദുർബലനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ളഈഫ എന്നാണ്. സൃഷ്ടിപരമായിട്ട്, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, ഈമാനിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും ദുർബലത മനുഷ്യനുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തനിക്ക് ഇതിനെ തടയാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും വഅന്ന റബ്ബഹു തആല ഇൻ ലം യഅസിംഹു വയസ്രിഫ് അൻഹു കൈദഹുന്ന, എൻ്റെ റബ്ബ് എന്നെ തടുത്തിട്ടില്ല എങ്കിൽ, എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ, അവരുടെ ഷർറിൽ നിന്ന് എന്നെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ സ്വബാ ഇലൈഹിന്ന ബിത്വബഇഹി വകാന മിനൽ ജാഹിലീൻ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഈ തിന്മയിൽ അകപ്പെട്ടു പോകും, ജാഹിലീങ്ങളിൽ പെട്ടുപോകും എന്ന് യൂസുഫ് അലൈഹിസ്സലാം മനസ്സിലാക്കുകയും എന്ത് ചെയ്തു, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വഹാദ മിൻ കമാലി മഅരിഫതിഹി ബിറബ്ബിഹി വനഫ്സിഹി, ഇത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാരിഫത്ത്, തൻ്റെ റബ്ബിനോടുള്ള മാരിഫത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഫിത്നയിൽ നിന്ന് അകപ്പെടാൻ ഒന്നാമത്തെ കാര്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞത്, തൗഹീദാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ മനസ്സിലാക്കലാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം അവർ പറയാണ്, വഫീ ഹാദിഹിൽ ഖിസ്സത്തി മിനൽ ഇബരി വൽ ഫവായിദി വൽ ഹികമി മാ യസീദു അലൽ അൽഫി ഫായിദ, ഈ
ചരിത്രത്തിൽ ഫായിദകളാൽ, പാഠങ്ങളാൽ ആയിരത്തിലധികം ഫായിദകളുണ്ട്. ലഅല്ലനാ ഇൻ വഫഖല്ലാഹു അൻ നുഫ്രിദഹാ ഫീ മുസന്നഫിൻ മുസ്തഖില്ലിൻ. സ്വതന്ത്രമായ ഒരു കൃതിയിൽ ഒരുപക്ഷെ നാം എന്ത് ചെയ്തേക്കാം, ഇതിനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശദീകരിക്കാം എന്നാണ് ഇമാം അവർ പറഞ്ഞത്. ഇതിന് ധാരാളം ഫായിദകൾ ഷിഫാഉൽ അലീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ബദാഇഉൽ ഫവായിദ്, റൗളത്തുൽ മുഹിബ്ബീൻ എന്നുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഫായിദകൾ, ഈ ചരിത്രത്തിൻ്റെ ഫായിദകൾ ധാരാളം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ സഹായമാണ് ഒരു മനുഷ്യനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം, സ്ത്രീകളുടെ ഫിത്ന വളരെ ഗുരുതരമായതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ പേടിക്കേണ്ടതുണ്ട്, ജാഗ്രതയോടെ അതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വിധി നിർണയത്തിന് വന്ന ആൾ പറഞ്ഞത്, ഇന്ന കൈദ കുന്ന അദീം, നിങ്ങളുടെ കൈദ്, നിങ്ങളുടെ കുതന്ത്രം വളരെ ഗുരുതരമായതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും ചെയ്തേക്കാം, മനുഷ്യന്മാർ പെട്ടുപോയേക്കാം എന്നുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനും നൽകിയിരിക്കുന്ന ഒരു താക്കീതാണ്. മുസ്ലിം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലൽ റിജാലി മിനൻ നിസാ, എനിക്ക് ശേഷം ഞാൻ ഒരു ഫിത്നയെയും ഉപേക്ഷിച്ചു പോകുന്നില്ല ഈ ഉമ്മത്തിൽ. അദറ അലൽ റിജാലി, അത് പുരുഷന്മാർക്ക് ഏറ്റവും ഗുരുതരമായതാണ്. അങ്ങനെയുള്ള ഒരു ഫിത്നയെയും ഉപേക്ഷിച്ചു പോകുന്നില്ല മിനൻ നിസാ, സ്ത്രീകളെക്കാൾ. അപ്പോൾ സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെടുക എന്നുള്ളത് വലിയൊരു ഫിത്നയാണ്. അത് വലിയ അപകടം വരുത്തി വെക്കുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ഈമാൻ തകർത്ത് കളയാൻ, നാശത്തിൽ അകപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗുരുതരമായ ഫിത്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന ദുനിയ ഹൽവത്തുൻ ഖദിറ, ദുനിയാവെന്നത് മധുരമുള്ള, പച്ച പിടിച്ചിരിക്കുന്നതായ, സുഖം നൽകുന്നതായ ഒരു വിഭവമാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹ, അള്ളാഹു നിങ്ങളെ ഇവിടെ ഖലീഫമാരായി നിശ്ചയിച്ചിരിക്കുകയാണ് ഭൂമിയിൽ. ഫയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് എന്ന് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫത്തഖുദ് ദുനിയ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ മതിമറന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഖം കുത്തി വീഴാൻ പാടില്ല. അതിൻ്റെ പിന്നാലെ നിങ്ങൾ അകപ്പെട്ടു പോകാൻ പാടില്ല. വത്തഖുൻ നിസാ, സ്ത്രീകളുടെ ഫിത്നയെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു കൊള്ളണം. അത് നിങ്ങൾ അപകടത്തിൽപ്പെടുത്താൻ ഇടയാക്കുന്നതാണ്. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത്ത് ഫിന്നിസ, ബനു ഇസ്രായേൽ സമൂഹത്തിൽ ധാരാളം ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫിത്ന സ്ത്രീകളിലുള്ള ഫിത്നയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരാളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഭക്ഷണവും പാനീയവും ഇതിലെല്ലാം ക്ഷമ ആലംബിക്കാൻ സാധിക്കും ചിലപ്പോൾ മനുഷ്യന്മാർക്ക്. പക്ഷേ ഈ ഫിത്നയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, അതിൽ പെട്ടുപോകും. അതിൻ്റെ പ്രാരംഭം ചിലപ്പോൾ വളരെ നിസ്സാരമായ പല കാര്യങ്ങളിലൂടെ ആയിരിക്കും. അതിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഇമാം അവറുകൾ ഈ അദ്ദാഉവദ്ദവായിൽ വിവരിക്കുന്നുണ്ട്. നോട്ടമാണ് അതിൻ്റെ തുടക്കം, പിന്നെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്, പിന്നെ വാക്കുകൾ, പിന്നെ അതിലേക്ക് നടന്നെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ നോട്ടം തന്നെ എന്ത് ചെയ്യും, വലിയ അപകടം വിളിച്ചു വരുത്തുന്നതായ കാര്യമാണ്. ഒരൊറ്റ നോട്ടം തന്നെ മതി ചിലപ്പോൾ എന്ത് ചെയ്യാൻ, അത് പിന്നീട് പല നോട്ടങ്ങളിലേക്കും ഫിത്നകളിലേക്കും അകപ്പെടുത്താൻ അത് മതി. അപ്പോൾ ഇത് വലിയ ദുരന്തമാണ്, ഫിത്നയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരുപക്ഷെ എൻ്റെ ഈമാനിനെ കാർന്നു തിന്നാൻ, ദുർബലപ്പെടുത്താൻ, ബലഹീനമാക്കാൻ ശേഷിയുള്ളതാണ്. എൻ്റെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള ഫിത്നകളിലേക്ക് അകപ്പെട്ടു പോകാതെ, അതിലേക്ക് അടുക്കാതെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു ഫായിദ ഈ ചരിത്രം നൽകുന്നത്, ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ അത് സമൂഹത്തിൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് വ്യാപിക്കും. അത് ഈ ചരിത്രം പറയുന്നിടത്ത് കാണാം. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ഇങ്ങനെ വശീകരിക്കപ്പെട്ടു, ഡോറിൻ്റെ ഭാഗത്തേക്ക് ഓടി, ഭർത്താവ് ഒന്ന് എന്ത് ചെയ്തു, കണ്ടുമുട്ടി, അവിടെ വിധി തീർപ്പ് നടത്തി. അതിനുശേഷം ഈ സംഭവത്തിന് തൊട്ടുടനെ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, വഖാല നിസ്വത്തും ഫിൽ മദീനത്തി ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതാഹ അൻ നഫ്സി. അപ്പോഴത്തേക്കും നാട്ടിൽ പാട്ടായി. മദീനയിലുള്ള, നഗരത്തിലുള്ള ഒരു പറ്റം സ്ത്രീകൾ
സ്ത്രീകളെയാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിലാണ് ഇതുപോലുള്ള വാർത്തകൾ എന്ത് ചെയ്യുക, വ്യാപിക്കുക. അതുകൊണ്ട് സ്ത്രീകളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവുള്ളൂ എന്നാണ് പുരുഷന്മാർ. മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടതില്ല, അവരോട് പറയേണ്ടതില്ല. സ്ത്രീകളും ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വ്യാപിക്കും എന്നെന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് തൊട്ടുടനെ പറയണം, വഖാല നിസ്വത്തും ഫിൽ മദീനത്തി ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതാഹ അൻ നഫ്സി. നഗരത്തിലുള്ളതായ ഒരു പറ്റം സ്ത്രീകൾ എന്ത് ചെയ്തു, അസീസിൻ്റെ ഈ ഭരണാധികാരിയുടെ ഭാര്യ തൻ്റെ അടിമയെ വശീകരിച്ചിരിക്കുന്നു എന്ന് വാർത്ത എന്ത് ചെയ്തു, പെട്ടെന്ന് സ്പ്രെഡായി. ഖദ് ശഗഫഹ ഹുബ്ബ, അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, പ്രേമം പിടിപെട്ടിരിക്കുകയാണ്. ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ, അവരെ നാം വ്യക്തമായ വഴികേടിലാണ് കാണുന്നത് എന്ന് വാർത്ത എന്ത് ചെയ്തു, പ്രചരിച്ചു. അപ്പോൾ ഈ വാർത്ത പ്രചരിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. സംഭവം അവസാനിച്ചു, പക്ഷെ എന്ത് ചെയ്തു, വാർത്ത പെട്ടെന്ന് പടർന്നു. അതുകൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ പറയുന്നതിനെ തൊട്ട് വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ഒരാൾ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ അതിന് കഠിനമായതാണ്. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ഒരു മനുഷ്യനാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ശിക്ഷ. എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് അതിൻ്റെ പേരുള്ള. അതും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, എറിഞ്ഞു കൊല്ലണം. അവൻ വിവാഹിതനാണ് എങ്കിൽ, വിവാഹിതനാവുകയും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തയാളാണ് എങ്കിൽ, അങ്ങനെയാണ്. എന്നിട്ടും ഇവൻ എന്ത് ചെയ്തു, വ്യഭിചരിച്ചാൽ അതിൻ്റെ ശിക്ഷ ഇവന് 1 വർഷത്തേക്ക് എന്ത് ചെയ്യണം, നാട് കടത്തുകയും, അതേപോലെ തന്നെ 100 അടികൾ അല്ല, തിരിഞ്ഞുപോയി വിവാഹിതനല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവനെ നാട് കടത്തുകയും 100 അടി കൊടുക്കുകയും ചെയ്യണം. വിവാഹിതനല്ല എങ്കിൽ, വിവാഹം കഴിച്ചവനാണെങ്കിൽ, വിവാഹം കഴിക്കുകയും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം, എറിഞ്ഞു കൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വിധി. അപ്പോൾ ഈ വിധി എങ്ങനെയാണ് നടപ്പിലാക്കുക? എങ്ങനെയാണ് ഒരാൾ വ്യഭിചരിച്ചുവെന്ന് കോടതിയിൽ സ്ഥിരപ്പെടുക? അതിന് ഒന്നുകിൽ എന്ത് ചെയ്യണം, 4 സാക്ഷികൾ വേണം. ഈ 4 സാക്ഷികളെ വെച്ചുകൊണ്ട് വ്യഭിചരിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ചരിത്രം ഇല്ല. കാരണം ഒരാൾ വേറൊരാളെ വ്യഭിചാരി എന്ന് വിളിച്ചാൽ മതി, അത് ആരോപണമായി മാറി. പലപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യണ്ടാവും, ആ പദമല്ലെങ്കിലും അതുപോലുള്ള പദങ്ങൾ എന്ത് ചെയ്യും, ചില ആളുകളെ കുറിച്ച് ഉപയോഗിക്കും, ദേഷ്യം കയറുമ്പോഴും മറ്റൊക്കെ. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന വാക്കാണ്. അത് ഒരാൾ വ്യഭിചാരാരോപണം നടത്തലാണ്. വ്യഭിചാരാരോപണം നടത്തിക്കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്തു വേണം, 4 സാക്ഷികളെ കൊണ്ടുവരണം. 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ചൊരു റൂമിൽ കണ്ടു എന്നുള്ളതല്ല ഇതിൻ്റെ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരാണും സ്ത്രീയും അന്യപുരുഷനും നഗ്നരായി കൊണ്ടൊരിടത്ത് കിടക്കുന്നത് കണ്ടു, അതും എന്തല്ല, വ്യഭിചാരത്തിനുള്ള സാക്ഷിയാവുകയില്ല. ഒരു പുരുഷൻ്റെ ലിംഗം സ്ത്രീയുടെ ലിംഗത്തിൽ പ്രവേശിക്കുന്നത് കണ്ടു, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വ്യഭിചാരാരോപണം ഉന്നയിക്കാനുള്ള തെളിവായി മാറും, കാണലാവുകയുള്ളൂ. അതും ഇവരൊറ്റയ്ക്ക് കണ്ടാൽ വേറൊരാളോട് പറയാമോ? പറ്റൂല. 4 ആളുകൾ എന്ത് ചെയ്യണം, അതേപോലെ കാണണം. ഇങ്ങനെ 4 ആളുകൾ അവൻ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്തോളണം, ഇത് പറഞ്ഞയാൾക്ക് 80 അടി കൊടുക്കണമെന്നാണ്. അപ്പോൾ എത്ര ഗുരുതരമായ കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഇതുപോലുള്ള പ്രചരണങ്ങൾ. ആളുകളുടെ മേലെ എന്ത് ചെയ്യുക, അവരുടെ അഭിമാനത്തെ നോവിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊടുക്കുക. ഇത് ആളുകൾക്ക് ഒരു രസമുള്ള പണിയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക, അതിങ്ങനെ വ്യാപിപ്പിക്കുക. അപ്പോൾ ഇത് വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ പേര് ശിക്ഷിക്കപ്പെട്ടത് പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ്, സ്വന്തം വന്ന് സമ്മതിക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സഹാബി വനിത വന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ വനിതയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല, നിന്നെ വ്യഭിചരിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടില്ല. എന്നിട്ട് അവനെയും കൂടി ശിക്ഷിക്കാൻ വേണ്ടി നബി ചോദിച്ചിട്ടില്ല. ഒരു സഹാബി വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പക്ഷാതപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തോടും ചോദിച്ചില്ല, നീ ഏത് സ്ത്രീയാണ് വ്യഭിചരിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് തിന്മകൾ സമൂഹത്തിൽ മറച്ചു വെക്കുക എന്നുള്ളതാണ് എന്ത്, വിശ്വാസികളുടെ ബാധ്യത. തിന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ശൈത്വാനിൻ്റെ പണിയാണ്. സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ശൈത്വാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഇടയിൽ തിന്മകൾ വ്യാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ തിന്മകൾ ഇങ്ങനെ എടുത്തിട്ട് പ്രചരിപ്പിക്കുക, ഇത് ആരുടെ പണിയാണ്?
ഷൈത്താൻ്റെ പണിയാണ്. അതുകൊണ്ട് അത് ജാഗ്രത പാലിക്കൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇത് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫായിദയാണ്. അതേപോലെ തന്നെ അല്ലാമ സഅദി റഹിമഹുല്ല ഈ ഗ്രന്ഥത്തിൽ വേറെ ചില ഫായിദകൾ കൂടി നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ധാരാളം ഫായിദകളിൽ പറയുന്നുണ്ട്, ചിലതെല്ലാം നമ്മളിപ്പോൾ വായിച്ച കാര്യങ്ങളിലുണ്ട്. മറ്റൊന്ന് തക്മീലു യൂസുഫ് സ്വലവാത്തുല്ലാഹി അലൈഹി മറാത്തിബ് സബർ. യൂസുഫ് അലൈഹിസ്സലാമിന് സബറിൻ്റെ മർത്തബകൾ സമ്പൂർണ്ണമായെന്നുള്ളതാണ്. ക്ഷമ പ്രധാനമായിട്ട് 2 ഇനമാണ്. ഒന്ന് അസബുറുൽ ഇൽത്തിറാരിയാണ്, നിർബന്ധിതപൂർവം ഉണ്ടാകുന്ന ക്ഷമയുണ്ട്. അതിൽ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. അത് മുഖേന വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു ആര്? യൂസുഫ് അലൈഹിസ്സലാം. അത് ഇൽത്തിറാരിയായ നിർബന്ധപൂർവ്വം ക്ഷമിക്കേണ്ട സാഹചര്യമാണ്. അത് നല്ല രീതിയിൽ സുന്ദരമായിട്ട് ആര് ക്ഷമിച്ചു? യൂസുഫ് അലൈഹിസ്സലാം ക്ഷമിച്ചിട്ടുണ്ട്. കുറേ കാലം തടവറയിലേക്കും കഴിയേണ്ടി വന്നു. രണ്ടാമത്തേത് അസ്വബുറുൽ ഇഖ്തിയാരിയാണ്, സ്വയം തിരഞ്ഞെടുക്കുന്ന ക്ഷമയാണ്. അത് നേരത്തെ പറഞ്ഞതിനേക്കാളും എന്താണ്? ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ ഈ വിഷയത്തിൽ അതാണ്. ഈ സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു? വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അവിടെ പലപ്പോഴും അതിൽ അകപ്പെട്ടു പോകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാം അവിടെ ക്ഷമ അവലംബിക്കുകയാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നല്ല ക്ഷമയാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ കഠിനമായ ക്ഷമയാണ്. ഈ 2 ക്ഷമയും യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സബുറുൽ ഇഖ്തിയാരിയിൽപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നു? വളരെ സമൂഹത്തിൽ സ്ഥാനമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? തിന്മയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ പറയുന്നു ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? തണൽ കൊടുക്കുന്നതാണ്. മഹ്ശറയിൽ വച്ച് കഠിനമായ പ്രയാസം സൃഷ്ടികൾ നേരിടുമ്പോൾ തണൽ കൊടുക്കുന്ന 7 വിഭാഗങ്ങൾ, 7 വിഭാഗമുണ്ട്. വളരെ പ്രധാനപ്പെട്ടവരാണ് 7 വിഭാഗം. അതിലൊരു വിഭാഗം ആരാണ്? ഇവരാണ്. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? സൗന്ദര്യമുള്ള സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യും? തിന്മയിലേക്ക് ക്ഷണിച്ചു. പക്ഷെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു. എന്നാൽ അതിന് എന്താണ്? വലിയ പ്രതിഫലം നൽകപ്പെടും എന്നുള്ളതാണ്. വേറെയും ചില ഫായിദകൾ ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരിക്കൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും വറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ ചോദിക്കട്ടെ. വെള്ളം നല്ലതാണ്.